Okay, let's start with the new chapter. Structural organization in animals. The first part, animal tissues. First question. Epithelial tissue characterized by single layer of tall and slender cells. Basal nuclei seen and it is seen in the mucosa of stomach and intestine. Character എന്നിട്ട് ടിഷ്യൂ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ക്യാരക്ടർ കൊടുത്തിരിക്കുന്നത് എപ്പിത്തീലിയൽ ടിഷ്യൂ ക്യാരക്ടറൈസ്ഡ് ബൈ സിംഗിൾ ലെയർ ഓഫ് ടാൾ ആൻഡ് സ്ലെൻഡർ സെൽസ്. അപ്പോൾ ഇവിടെയുള്ള സെല്ലുകളുടെ പ്രത്യേകത സിംഗിൾ ലെയറാണ്, ടാളും സ്ലെൻഡറുമായിട്ടുള്ള സെല്ലാണ്. ടാൾ ആൻഡ് സ്ലെൻഡർ സെൽസ്. ന്യൂക്ലിയസ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ബേസ് ഓഫ് ദ സെൽ. സെൽ ബേസിലാണ് ന്യൂക്ലിയസ് കാണുക. ഇത്രയും കാണുമ്പോൾ തന്നെ മനസ്സിലായിക്കണം അത് കൊളുമിനാർ എപ്പിത്തീലിയമാണെന്ന്. Tall and slender column like cell. ഇനി കൊളുമിനാർ എപ്പിത്തീലിയംസ് എപ്പോഴും കാണുക ദ ഇന്നർ ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. സോ ഇതാരുടെ ക്യാരക്ടറാണ്? ദീസ് ആർ ദ ക്യാരക്ടേഴ്സ് ഷോൺ ബൈ സിമ്പിൾ കൊളുമിനാർ എപ്പിത്തീലിയം. സിമ്പിൾ സ്ക്വാമസ് ഈസ് റോങ്, ബ്രഷ് ബോർഡഡ് ക്യൂബോയിഡൽ ഈസ് റോങ്, സീലിയേറ്റഡ് ക്യൂബോയിഡൽ ഈസ് റോങ്. സോ ആൻസർ ഈസ് ദ ഫസ്റ്റ് ഓപ്ഷൻ, സിമ്പിൾ കൊളുമിനാർ എപ്പിത്തീലിയം. ഓക്കെ, then going to next one. Epithelial tissue is seen in the alveoli, endothelium of blood vessels, peritoneum. ഇവിടെ എല്ലാം കാണപ്പെടുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ they are nothing but simple squamous epithelium. സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയത്തിൻ്റെ പ്രത്യേകത, സപ്പോസ് ഇത് ബേസ്മെൻറ്റ് മെംബ്രെയിൻ ആണെങ്കിൽ അത് ബേസ്മെൻറ്റ് മെംബ്രെയിൻ. ആ ബേസ്മെൻറ്റ് മെംബ്രെയിൻ്റെ സർഫസിൽ ഇതിങ്ങനെ ഫ്ലാറ്റായി കാണുന്ന സെല്ലുകളാണ്. These cells are called as simple squamous epithelium. These are thin flat cells. അവിടെയുള്ള സെല്ലുകളുടെ പ്രത്യേകത തിന്നും ഫ്ലാറ്റും സെൽസ് ആണ്, പൊളിഗണൽ ഷേപ്പാണ്, സെൻട്രലി ലൊക്കേറ്റഡ് ന്യൂക്ലിയസ് ആണ്. They are found in the alveoli. Alveoli കാണുന്നു. They are found in the inner lining of blood vessels. Blood vesselsൻ്റെ inner lining കാണുന്നു. അവിടെ അതിന് പറയുന്ന പേരാണ് endothelium. They are found in the inner lining of blood vessels are called as endothelium. They are found in peritoneum. Peritoneum എന്ന് പറഞ്ഞാൽ the simple squamous epithelial lining of abdominopelvic cavity. നമ്മുടെ അബ്ഡോമിനോ പെൽവിക് ക്യാവിറ്റിയുടെ ലൈനിങ് ആയി കാണപ്പെടുന്ന സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയത്തെയാണ് പെരിറ്റോണിയം എന്ന് പറയുക. സോ ഇതെല്ലാം ആരുടെ ക്യാരക്ടറാണ്? സിമ്പിൾ ക്യൂബോയിഡൽ ഈസ് റോങ്, സിമ്പിൾ കൊളുമിനാർ എപ്പിത്തീലിയം ഈസ് റോങ്, ബ്രഷ് ബോർഡഡ് എപ്പിത്തീലിയം ഈസ് റോങ്. ദെൻ വാട്ട് ഈസ് ഇറ്റ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. Select the wrong statement. First option. Glands are the modified epithelium. Yes, all glands, we have glands in our body. All glands are the modified cuboidal or columnar epithelium. All glands are the modified cuboidal or columnar epithelium. Some of the cuboidal or columnar cells get specialized for secretion are called as glands. Cuboidal അല്ലെങ്കിൽ columnar cells സ്പെഷ്യലൈസ് ചെയ്ത ഫോമിനെയാണ് ഗ്ലാൻസ് എന്ന് പറയുക. അപ്പോൾ എല്ലാ ഗ്ലാൻസും എന്തിൻ്റെ മോഡിഫൈഡ് ഫോമാണ്? ഓൾ ഗ്ലാൻസ് ആർ ദ മോഡിഫൈഡ് ക്യൂബോയിഡൽ എപ്പിത്തീലിയം. ട്രൂ ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്. എപ്പിത്തീലിയൽ ടിഷ്യൂ ക്യാരക്ടറൈസ്ഡ് ബൈ വെരി ക്ലോസ്ലി പാക്ക്ഡ് സെൽസ് ജോയിൻ ടുഗദർ ബൈ വെരി ലാർജ് ഇൻ്റർ സെല്ലുലാർ സ്പേസ് ഇൻ ബിറ്റ്വീൻ ദം. സി, നമ്മളിപ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂ എടുത്താൽ സപ്പോസ് ദീസ് ആർ എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. ഇതൊരു ഗ്രൂപ്പ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ ആണെങ്കിൽ ഇൻ എപ്പിത്തീലിയൽ ടിഷ്യൂ സെൽസ് ആർ വെരി ക്ലോസ്ലി പാക്ഡ് ഓർ കോമ്പാക്ട്ലി പാക്ഡ്. സെൽസ് വളരെ ക്ലോസ്ലി അല്ലെങ്കിൽ കോമ്പാക്ട്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻ്റർ സെല്ലുലാർ സ്പേസ്, സെൽസിനിടയിലുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇൻ്റർ സെല്ലുലാർ സ്പേസ് ഈസ് റെഡ്യൂസ്ഡ് ഓർ ആബ്സെൻറ്റ്. ഇൻ്റർ സെല്ലുലാർ സ്പേസ് ഈസ് വെരി മച്ച് റെഡ്യൂസ്ഡ് ഓർ ആബ്സെൻറ്റ്. സെല്ലുകൾക്കിടയിലുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ അത് റെഡ്യൂസ്ഡ് ആണ് അല്ലെങ്കിൽ ആബ്സെൻ്റ് ആണെന്ന് പറയാം. സോ ഇൻ്റർ സെല്ലുലാർ സ്പേസ് ഈസ് റെഡ്യൂസ്ഡ് ഓർ ആബ്സെൻറ്റ് ഇൻ ദിസ് എപ്പിത്തീലിയൽ ടിഷ്യൂ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എപ്പിത്തീലിയൽ ടിഷ്യൂ ക്യാരക്ടറൈസ്ഡ് ബൈ വെരി ക്ലോസ്ലി പാക്ക്ഡ് സെൽ. യെസ്, വെരി ക്ലോസ്ലി പാക്ക്ഡ് സെൽസ് ആണ്. ജോയിൻ ടുഗദർ ബൈ വെരി ലാർജ് ഇൻ്റർസെല്ലുലാർ സ്പേസ് ഈസ് റോങ്. ലാർജ് ഇൻ്റർസെല്ലുലാർ സ്പേസ് ഇല്ല. ഇൻ്റർസെല്ലുലാർ സ്പേസ് ഈസ് റെഡ്യൂസ്ഡ് ഓർ ആബ്സെൻറ്റ്.
ആബ്സെൻ്റ് ആണ് അല്ലെങ്കിൽ റെഡ്യൂസ്ഡ് ആണെന്ന് പറയാം. Then epithelial tissue characterized by non-cellular basement membrane. Yes, in all epithelium the cells are rest on a non-cellular membrane called as basement membrane. The non-cellular basement membrane is the characteristics of only epithelial tissue. Epithelial tissue മാത്രം ഒരു ക്യാരക്ടറാണ് the non-cellular basement membrane എന്ന് പറയുന്നത്. Then protection, secretion, absorption, etc. are the functions of epithelial tissue. Epithelial tissue ചെയ്യുന്ന ഫങ്ഷൻസ് ഇതാണ്. അത് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അതും കോമ്പൗണ്ട് എപ്പിത്തീലിയം. ദെൻ സിമ്പിൾ എപ്പിത്തീലിയമാണ് സെക്രീഷനും അബ്സോർഷനും ഒക്കെ ചെയ്യുക. സോ അങ്ങനെയെങ്കിൽ ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ ഈസ് ഓപ്ഷൻ 2. ഇൻകറക്റ്റ് വൺ. ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓപ്ഷൻ 2. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് തന്നെയാണ് റോങ് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. Compound epithelium consists of more than one layer of cells, multi-layered, that is compound epithelium, and has the major role in secretion and absorption. Compound epithelium, multi-layered epithelium, more than one layer of cells are there. They are mainly for protection. Main function of compound epithelium is protection. They are protective from mechanical and chemical stress and limited role in secretion and absorption. They have only limited role in secretion and absorption. They are mainly protecting function. Main function protection ആണ്. ലിമിറ്റഡ് റോൾ മാത്രമാണ് സെക്രീഷനും അബ്സോർഷനും ഉള്ളത്. സോ അത് റോങ് ആണ്. ദെൻ ദ കോമ്പൗണ്ട് എപ്പിത്തീലിയം ഹെൽപ്സ് ടു പ്രൊവൈഡ് പ്രൊട്ടക്ഷൻ അഗൈൻ കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഷോക്ക്. ട്രൂ. കോമ്പൗണ്ട് എപ്പിത്തീലിയം കവർ ദ ഡ്രൈ സർഫസ് ഓഫ് സ്കിൻ, മോയിസ്റ്റ് സർഫസ് ഓഫ് ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സ്, ഇന്നർ ലൈനിങ് ഓഫ് ഡക്ട് ഓഫ് സലൈവറി ഗ്ലാൻഡ്, പാൻക്രിയാസ്. ഇതാണ് കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൻ്റെ ലൊക്കേഷൻ. കോമ്പൗണ്ട് എപ്പിത്തീലിയം സ്കിന്നിൻ്റെ ഡ്രൈ സർഫസിൽ കാണുന്നു. ദെൻ ദ ഓറൽ ക്യാവിറ്റി, ഫാരിങ്സ്, ഈസോഫാഗസ്, ദെൻ ഡക്ട്സ് ഓഫ് സലൈവറി ഗ്ലാൻഡ്, പാൻക്രിയാസ്, ഇങ്ങനെയുള്ള റീജിയനിലെല്ലാം കോമ്പൗണ്ട് എപ്പിത്തീലിയം കാണപ്പെടുന്നുണ്ട്. എപ്പിഡെർമിസ് ഓഫ് സ്കിൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. യെസ്, സ്കിൻ എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ഓഫ് സ്കിൻ ഈസ് സ്ട്രാറ്റിഫൈഡ് കെരാറ്റിനൈസ്ഡ് സ്ക്വാമസ് എപ്പിത്തീലിയം. Stratified keratinized squamous epithelium is the compound epithelium found on the dry surface of skin. So here the wrong one is first option, option 1. Which of the following statements are true or false? The true and false ആയിട്ടുള്ള statements note ചെയ്യാം. Exocrine gland do not have any specialized duct and their product called as hormones. നമുക്കറിയാം, there are 3 types of glands: exocrine, endocrine and mixocrine. Exocrine, endocrine and mixocrine glands. Exocrine glands means they are ducted. Ducted means their secretions are transported to the target site through the ducts. Duct വഴിയാണ് അവരുടെ secretion target സൈറ്റിലേക്ക് എത്തുക. Their secretions includes enzymes, wax, oil, sebum, milk, sweat. These are the secretions of exocrine gland. ഇതൊക്കെ exocrine glandന്റെ secretions ആണ്. Okay. Then endocrine glands എന്ന് പറയാറ് they are ductless. Duct absent ആണ് endocrine glands. They are ductless glands. Then how? Their secretions are transported to the target site through the blood. And through the blood, their secretions transported to the target site. Blood വഴിയാണ് secretion target സൈറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. And their secretions are called as hormones. അവരുടെ secretionsന് hormones എന്നും പറയും. Mixocrine, it is also called as heterocrine. Mixocrine glands are also called as heterocrine. That means dual function, having both endocrine and exocrine function. The glands having both endocrine and exocrine function called as heterocrine gland or mixocrine gland. This mixocrine gland pratyeda, best example on pancreas. It has both endocrine and exocrine portion. Adil exocrine part, more than 98% of pancreas is exocrine. Pancreas in more than 98% exocrine ആണ്. ആ എക്സോക്രൈൻ പാർട്ടിൻ്റെ സെക്രീഷനാണ് ഡൈജസ്റ്റീവ് ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യുക. ആൻഡ് അബൌട്ട് 1 to 2% ഓഫ് പാൻക്രിയാസ് ഈസ് എൻഡോക്രൈൻ. അതാണ് ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്നത്. ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, സൊമാറ്റോസ്റ്റാറ്റിൻ പോലുള്ള ഹോർമോണുകളെ സെക്രീറ്റ് ചെയ്യുന്ന റീജിയൻ. സോ പാൻക്രിയാസ് ഈസ് എ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്. ദെൻ ഗോണാഡ്സ് ആർ ആൾസോ ഹെറ്ററോക്രൈൻ. ടെസ്റ്റിസ് ആൻഡ് ഓവറി. ഗോണാഡ്സ് ആർ ആൾസോ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ്സ്.
Okay, or mixocrine glands. So here, exocrine glands do not have any specialized duct. Wrong ആണ്. Exocrine glands are ducted glands. അവർ ഡക്റ്റുള്ള ഗ്ലാൻസ് ആണ്. ആൻഡ് ദെയർ പ്രോഡക്റ്റ് ആർ കോൾഡ് ആസ് ഹോർമോൺസ്. റോങ്. എൻഡോക്രൈൻ ഗ്ലാൻഡ് പ്രോഡക്റ്റിനാണ് ഹോർമോൺസ് എന്ന് പറയും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ റോങ് ആണ്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് സെക്രീറ്റ് ബോത്ത് എൻസൈംസ് ആൻഡ് ഹോർമോൺസ്. വി നോ മിക്സോക്രൈൻ ഓർ ഹെറ്ററോക്രൈൻ ഗ്ലാൻഡ് സെക്രീറ്റ് ബോത്ത് എൻസൈംസ് ആൻഡ് ഹോർമോൺ. എൻസൈംസിനെയും ഹോർമോണിനെയും സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡിനെ മിക്സോക്രൈൻ അല്ലെങ്കിൽ ഹെറ്ററോക്രൈൻ എന്ന് പറയുക, നോട്ട് എക്സോക്രൈൻ ഓർ എൻഡോക്രൈൻ. സോ അത് റോങ് ആണ്. തേർഡ്, goblet cells of alimentary canal consist of isolated glandular cell. This is an example for unicellular gland. See, based on the number of cells, these glands are two types. They are unicellular glands and multicellular glands. This is based on the number of cells. These glands are grouped as unicellular and multicellular gland. Unicellular means isolated secretory cell. സെക്രീറ്റ് ചെയ്യുന്ന സെല്ലുകൾ ഐസൊലേറ്റ് ചെയ്ത് കാണുവാണെങ്കിൽ യൂണിസെല്ലുലാർ ഗ്ലാൻഡ്. അതിന് എക്സാമ്പിളാണ് ഗോബ്ലെറ്റ് സെൽസ് ഓർ മ്യൂക്കസ് സെൽസ്. അത് നമ്മുടെ അലിമെൻ്ററി കനാലിലൊക്കെ കാണപ്പെടുന്നുണ്ട്. ഗോബ്ലെറ്റ് സെൽ അതൊരു ഐസൊലേറ്റഡ് സെക്രീറ്ററി സെല്ലാണ്. എന്നാൽ മൾട്ടി സെല്ലാർ എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റേഴ്സ് ഓഫ് സെക്രീറ്ററി സെൽ ഉണ്ടെങ്കിലാണ് അതിനെ മൾട്ടി സെല്ലാർ ഗ്ലാൻഡ് എന്ന് പറയുക. അപ്പം ലിവറും പൻക്രിയാസും സലൈവറി ഗ്ലാൻസും അതൊക്കെ എന്തിൽ വരുന്നതാണ്? മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്സിൽ വരുന്നതാണ്. സോ ഗോബ്ലെറ്റ് സെൽസ് ഓഫ് അലിമെൻ്ററി കനാൽ കൺസിസ്റ്റ് ഓഫ് ഐസൊലേറ്റഡ് ഗ്ലാൻഡുലാർ സെൽ. യെസ്. So that this is an example for unicellular gland. Yes, അതൊരു unicellular gland എക്സാമ്പിളുമാണ്. ട്രൂ ആണല്ലോ. Then simple squamous epithelial cells get specialized for secretion called as glandular epithelium. Wrong. നമുക്കറിയാം glands എന്ന് പറയുന്നത് എന്താണ്? All glands are the modified cuboidal and columnar epithelium. Some of the cuboidal and columnar epithelial cells get specialized for secretion called as glandular epithelium. ക്യൂബോയിഡൽ അല്ലെങ്കിൽ കൊളുമിനാർ എപ്പിത്തീലിയം സ്പെഷ്യലൈസ് ചെയ്യുന്നതാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം അല്ലെങ്കിൽ ഗ്ലാൻഡ്സ് എന്ന് പറയുക. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ ഓർ ഫാൾസ്? 1 റോങ് സ്റ്റേറ്റ്മെൻറ്റ്, 2 റോങ് ആണ്, 3 ട്രൂ ആണ്. ദെൻ ഫോർത്ത് വൺ, സലൈവറി ഗ്ലാൻഡ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ മൾട്ടി സെല്ലാർ ഗ്ലാൻഡ് കണ്ടെയ്ൻ ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽ. സലൈവറി ഗ്ലാൻഡ് ഒരു മൾട്ടി സെല്ലാർ ഗ്ലാൻഡ് ആണ്. ക്ലസ്റ്റേഴ്സ് ഓഫ് സെക്രീറ്ററി സെല്ലുകളും കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് 1 റോങ് ആണ്, 2 റോങ് ആണ്, 3 ട്രൂ ആണ്, 4 ട്രൂ ആണ്, 5 റോങ് ആണ്. സോ 1, 2, 5 ഫാൾസ്, ബട്ട് 3 and 4 ആർ ട്രൂ. അങ്ങനെ വരുമ്പോൾ ഏതാണ് ഓപ്ഷൻ? ഫസ്റ്റ് ഓപ്ഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ 1. Match the epithelial tissue with the location and find the correct option. First one, cuboidal epithelium. എവിടെയാണ് ഈ cuboidal epithelial cells കാണപ്പെടുക? എപ്പിഡെർമിസ് ഓഫ് സ്കിൻ. റോങ്. ഇന്നർ ലൈനിങ് ഓഫ് ബ്ലഡ് വെസൽസ്. റോങ്. ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റെസ്റ്റൈൻ. റോങ്. ഇന്നർ ലൈനിങ് ഓഫ് ഫലോപ്പിയൻ ട്യൂബ്. റോങ്. ദെൻ നെഫ്രോൺ. നെഫ്രോൺസ് ആർ അബണ്ടൻ്റ് ഇൻ ദിസ് cuboidal epithelium. cuboidal epithelium ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് നെഫ്രോൺസിലാണ്. So nephrons have cuboidal epithelium. So cuboidal epithelium in nephron. Nephronil cuboidal epithelium കാണും. നെക്സ്റ്റ്, ciliated. നമ്മുടെ ബോഡിയിൽ സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണപ്പെടുന്ന എവിടേക്കാണ്? സീലിയേറ്റഡ് സെൽസ് ഇന്നർ ലൈനിങ് ഓഫ് ഫലോപ്പിയൻ ട്യൂബ്. ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ കാണുന്നു. സ്പൈനോസീൽ സ്പൈനൽ കോഡിൻ്റെ ക്യാവിറ്റിയിൽ കാണപ്പെടുന്നുണ്ട്. വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ. വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ ബ്രെയിൻ്റെ ക്യാവിറ്റിയിൽ കാണുന്നു. റെസ്പിറേറ്ററി ട്രാക്ട് ഇവിടേക്കാണ് സീലിയേറ്റഡ് എപ്പിത്തീലിയം കാണുക. വാട്ട് ഈസ് ദി സീലിയേറ്റഡ് എപ്പിത്തീലിയം? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ മോഡിഫൈഡ് cuboidal and columnar cells get specialized are called as ciliated epithelium. Function, it provide movement to particles. So ഇവിടെ ciliated epithelium എവിടെയൊക്കെ? അപ്പോൾ 1 ഇവിടെ E വരും. 1E. 2 ciliated epithelium എന്താണ്? D, inner lining of fallopian tube. So 1E, 2D വരും. 3 columnar epithelium. We know columnar epithelium, these are the tall column-like cell. They are found in the inner lining of stomach and intestine. സ്റ്റൊമക്കിനും ഇൻറ്റസ്റ്റൈനും ഒക്കെ ഇന്നർ ലൈനിങ്ങിൽ കാണപ്പെടുന്ന ടിഷ്യൂ ആണ് കൊളുമിനാർ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. സോ കൊളുമിനാർ എപ്പിത്തീലിയം ഫൗണ്ട് ഇൻ ദ ഇന്നർ ലൈനിങ് ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ. സോ 3 എന്ന് പറയുന്നത് എന്താ വരിക? 3C വരും. സോ 1E, 2D, 3C. Then 4 simple squamous epithelium.
സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ഫൗണ്ട് ഇൻ ദ ഇന്നർ ലൈനിങ് ഓഫ് ബ്ലഡ് വെസൽസ്. നമുക്കറിയാതെ ബ്ലഡ് വെസൽസിന് ഇന്നർ ലൈനിങ്ങിൽ കാണുന്നു, ആൽവിയോളയിൽ കാണുന്നു, ബോമേൺസ് ക്യാപ്സൂളിൻ്റെ ഇന്നർ ലൈനിങ്ങിൽ കാണുന്നു, പെരിറ്റോണിയത്തിൽ കാണുന്നു. സോ ദ സിമ്പിൾ സ്ക്വാമസ് എപ്പിത്തീലിയം ഫൗണ്ട് ഇൻ ദ ഇന്നർ ലൈനിങ് ഓഫ് ബ്ലഡ് വെസൽസ് കോൾഡ് ആസ് എൻഡോത്തീലിയം. The simple squamous epithelium found in the inner lining of blood vessels, we called it as endothelium. So simple squamous epithelium എവിടെ കാണുന്നു? In the inner lining of blood vessels. So 4b വരും. Then 5 compound squamous. There are two types of squamous, simple and compound squamous. This compound squamous epithelium is the stratified keratinized squamous. The stratified keratinized squamous found on the dry surface of skin. ഇപ്പോൾ എന്താ വരിക ആൻസർ? ഓപ്ഷൻ 1. 5 എന്ന് പറയുന്നത് എ വരും. സോ ആൻസർ ഓപ്ഷൻ എ 1, 1E, 2D, 3C, 4B ആൻഡ് 5A. സോ ആൻസർ ഓപ്ഷൻ 1. ഓക്കെ, ദെൻ സെലക്ട് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. ടൈറ്റ് ജംഗ്ഷൻ ഹെൽപ്പ് ടു സ്റ്റോപ്പ് സബ്സ്റ്റൻസസ് ഫ്രം ലീക്കിംഗ് അക്രോസ് എ ടിഷ്യൂ. ടൈറ്റ് ജംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ സപ്പോസ് ഹിയർ ദീസ് ആർ ദ 2 നെയ്ബറിംഗ് സെൽസ്. രണ്ട് നെയ്ബറിംഗ് സെൽസ് ആണെങ്കിൽ here in tight junction, the neighboring cells are tightly bounded with the help of protein, intermembrane protein. Intermembrane protein very tight ആയിട്ട് ബൗണ്ട് ചെയ്തിരിക്കുകയാണ്. What is its significant? It prevent, ഇപ്പോൾ മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ it prevent the leaking of substances across the tissue. ടിഷ്യൂസിനുള്ളിലൂടെ സബ്സ്റ്റൻസ് ലീക്ക് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യപ്പെടും. So tight junction help to stop substances from leaking across a tissue is true. Then adherent junction performs cementing to keep neighboring cells together. So ഇതിപ്പോൾ adherent junction ആണെങ്കിൽ this is in another cell, these are 2 cells, and here in between these 2 cells the intermembrane protein, the protein സെല്ലിനിടെയുള്ള പ്രോട്ടീൻ, these protein act as a cementing material. ഇതൊരു സിമെൻറ്റിംഗ് മെറ്റീരിയൽ അറ്റാക്ട് ചെയ്യുന്നു, and this cementing material adhere or glued together these 2 cells. 2 സെല്ലിനെ ഗ്ലൂ ചെയ്തു വെക്കും, cement the neighboring cell. അതാണ് അഡിഹറിങ് ജംഗ്ഷൻ. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അഡിഹറിങ് ജംഗ്ഷൻ പെർഫോം സിമെൻറ്റിംഗ് ടു കീപ് ദ നെയ്ബറിംഗ് സെൽ ടുഗദർ. സിമെൻറ്റ് ചെയ്ത് നിർത്തുന്നു, ഗ്ലൂ ചെയ്ത് നിർത്തുന്നു. ഗ്യാപ് ജംഗ്ഷൻ ഹെൽപ്പ് ടു ട്രാൻസ്ഫർ അയോൺ സ്മാൾ മോളിക്യൂൾസ് ബിറ്റ്വീൻ ദ അഡ്ജോയിൻറ്റ് സെൽ. ഇനി ഇതൊരു ഗ്യാപ് ജംഗ്ഷൻ ആണെങ്കിൽ സി ദീസ് ആർ ദ 2 cells, ആൻഡ് ബിറ്റ്വീൻ ദീസ് 2 cells എ പ്രോട്ടീൻ ചാനൽ ഈസ് ഫോംഡ്. പ്രോട്ടീൻ ആക്ട് ആസ് എ ചാനൽ, കണക്ഷൻ പ്രോട്ടീൻ. This connection protein acts as a channel between these 2 cells, and it allows the passage of ions and molecules between the cell. This type of cell junction is gap junction. So gap junction help to transfer ions, small molecules etc. between the cells. സെല്ലുകൾക്കിടയിലുള്ള മെറ്റീരിയൽ ട്രാൻസ്പോർട്ടിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു ഗ്യാപ് ജംഗ്ഷൻ എന്ന് പറയുന്നത്. സോ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. Then secretion of exocrine gland is called as hormone and are secreted directly into the fluid bathing into the organ. Wrong. Exocrine gland secretions are enzymes, wax, oil, sebum, milk, sweat. ഇതൊക്കെയാണ് എക്സോക്രൈൻ ഗ്ലാൻഡ് സെക്രീഷൻ. എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീഷൻ ആണ് ഹോർമോൺസ് എന്ന് പറയുക. സോ ദ സെക്രീഷൻസ് ഓഫ് എക്സോക്രൈൻ ഗ്ലാൻഡ് ഈസ് കോൾഡ് ആസ് ഹോർമോൺ. ഇറ്റ് ഈസ് റോങ്. എക്സോക്രൈൻ ഗ്ലാൻഡ് സെക്രീഷൻ അല്ല, എൻഡോക്രൈൻ ഗ്ലാൻഡ് സെക്രീഷൻ ആണ് ഹോർമോൺ. And they are transported to the target site through the blood vascular system, not directly releases to the fluid that bathed in the organ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഹിയർ ദ ഇൻകറക്റ്റ് വൺ ഈസ് ഓപ്ഷൻ 4. 4 ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോമ്പണൻറ്റ് ഓഫ് ഏറിയോളാർ ടിഷ്യൂ. ഏറിയോളാർ ടിഷ്യൂവിൻ്റെ കോമ്പണൻ്റ് അല്ലാത്ത എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കണക്റ്റീവ് ടിഷ്യൂ. നമ്മുടെ ബോഡിയിൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ടുള്ള ടിഷ്യൂ എന്ന് പറയുന്നത് മോസ്റ്റ് അബണ്ടൻ്റ് ആൻഡ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ടിഷ്യൂസ് ആർ കണക്റ്റീവ് ടിഷ്യൂസ്. ആ കണക്റ്റീവ് ടിഷ്യൂസിൽ പല ടൈപ്പ് ഉണ്ട്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ദെൻ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അതിൽ ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിൽ വരുന്നതാണ് ഏറിയോളാർ ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ. Areolar and adipose tissue are the loose connective tissues. Areolar and adipose tissue. അതിൽ നമ്മളൊരു ഏറിയോളാർ കണക്റ്റീവ് ടിഷ്യൂ എടുത്താൽ ഇതാണ് ആ കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ മാട്രിക്സ് എങ്കിൽ ദിസ് ഏറിയോളാർ കണക്റ്റീവ് ടിഷ്യൂ മാട്രിക്സ് കണ്ടെയ്ൻ ഫൈബ്രോബ്ലാസ്റ്റ് വിച്ച് സെക്രീറ്റ് ദ ഫൈബേഴ്സ് ലൈക്ക് കൊളാജൻ. ഫൈബ്രോബ്ലാസ്റ്റുകൾ കാണപ്പെടുന്നുണ്ട് വിച്ച് സെക്രീറ്റ് ദ ഫൈബേഴ്സ് ലൈക്ക് കൊളാജൻ ഫൈബേഴ്സ്. ഫൈബ്രോബ്ലാസ്റ്റ് സെല്ലുകൾ പ്രസൻ്റ് ആണ്, ബട്ട് നോട്ട് ഓൺലി ഫൈബ്രോബ്ലാസ്റ്റ്, ഇറ്റ് കണ്ടെയ്ൻ
macrophages. Macrophages present ആണ്. Then also mast cell. Mast cell present ആണ്. ഫൈബ്രോബ്ലാസ്റ്റ് കൊളാജൻ എലാസ്റ്റിൻ ഫൈബേഴ്സിനെ സെക്രീറ്റ് ചെയ്യും. അതായത് മാട്രിക്സും ഫൈബേഴ്സും സെക്രീറ്റ് ചെയ്യുന്ന ഫൈബ്രോബ്ലാസ്റ്റും. മാക്രോഫേജ് ഫാഗോസിറ്റിക് ഫംഗ്ഷൻ ആണ്, ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന, ഇൻഗൾഫ് ആൻഡ് ഡിസ്ട്രക്ട് ദ ഫോറിൻ ബോഡി. മാസ്റ്റ് സെൽ സെക്രീറ്റ് ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ ആൻഡ് ഹെപ്പാരിൻ. ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ ഇൻഫ്ലമേറ്ററി ഇഫക്റ്റും വാസോ കൺസ്ട്രിക്റ്ററി ഇഫക്റ്റും പ്രൊവൈഡ് ചെയ്യുന്നു. ഹെപ്പാരിൻ ഒരു ആൻറ്റി കൊയാഗുലൻറ്റുമാണ്. Immunity ആണ് function. So these are the components of areolar tissue. Question ഇതാണ്, which of the following is not a component of areolar tissue? Macrophage is a component of areolar tissue. Mast cell is another cell involved in areolar tissue. Chondrocyte, chondro means cartilage, cyte means cell. Chondrocyte means cartilage cell എന്നാണ്. Cartilage cells are absent in connective tissue like areolar tissue. Areolar എന്ന connective tissue chondrocytes absent ആണ്, but fibroblast is there. So which is not a component of areolar tissue? Here option 3, chondrocytes are not a component of areolar tissue. Then heparin, histamine, serotonin etc. are the chemicals secreted by, we know it is mast cell. Mast cell secrete histamine, serotonin and heparin. Fibroblast secretion collagen fibers, elastin fibers, matrix ആണ്. Adipocyte എന്ന് പറഞ്ഞാൽ ഫാറ്റ് സ്റ്റോറിംഗ് ആണ്. These are the specialized fat storing cell. Adipocyte നമുക്കിത് എക്സാമിനേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ഒരു അഡിപ്പോസൈറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് ഫാറ്റ് സ്റ്റോറിംഗ് സെൽ. സാധാരണ സെല്ലുകളെ പോലെയല്ല, ഇതെന്ന് പറഞ്ഞാൽ ലാർജ് ഫാറ്റ് സ്റ്റോറിംഗ് സ്പേസ് ആണ് സെൻട്രൽ കാണുന്നത്. ഫാറ്റ് സ്റ്റോറിംഗ് സ്പേസ്, ഫാറ്റ് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് സെൻട്രൽ കാണപ്പെടും. ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം സീൻ അറ്റ് ദ റിം ഓഫ് ദ സെൽ. സെല്ലിൻ്റെ റിമ്മിലായിരിക്കും ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും കാണുന്നത്. ഇതിനെ റിംഗ് സെൽ എന്ന് പറയും, റിംഗ് ഷേപ്പ്ഡ് സെൽ. അതാണ് അഡിപ്പോസൈറ്റ് എന്ന് പറയുന്നത്. So the fat storing ആണ്. Ligaments bone to bone binding ആണ്. So here the heparin, histamine, serotonin etc. are secreted by option 1, mast cell. Specialized connective tissues. Specialized connective tissues are blood, bone and cartilage. These are the specialized connective tissue. Actually this adipocyte also a specialized connective tissue. So here the specialized connective tissues are blood, bone and cartilage. Option 3, blood, bone, cartilage are the specialized connective tissues in our body. Then find the mismatched pair. Aviation canal, chondrocyte, Nissel's granule, dendrites. Let's see. First of all, aviation canal. Suppose here this is a long bone. ഈ ലോങ് ബോണിനെ ഇങ്ങനെ കട്ട് ചെയ്താൽ we can see the cavity inside the bone, and we know that cavity is filled with bone marrow. ഈ ക്യാവിറ്റിയിൽ ബോൺ മാരോ ആണ് കാണപ്പെടുന്നത്. ഇനി ഇതിന് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ എടുത്താൽ, നീളത്തിലൊരു സെക്ഷൻ എടുത്താൽ നമുക്കിത് താഴേക്കും കാണാൻ പറ്റും. ഇതിനുള്ളിലാണ് മാരോ ക്യാവിറ്റി എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ മാരോ, ബോൺ മാരോ. ഹിയർ ദ ബോൺ മാരോ ഈസ് ഹിയർ. ഓക്കെ, ഞാൻ ഈ ക്രോസ് സെക്ഷൻ തിരിച്ചു നോക്കാം. This is bone marrow. Here in this bone, this is the outer covering of bone. The outer covering of bone is periosteum. Bone in the outer covering in periosteum. The outer covering of bone is called as periosteum. This periosteum is followed by matrix. Periosteum കഴിഞ്ഞതിനുള്ളിൽ കാണുന്നത് matrix ആണ്. This matrix contains a specialized matrix forming protein is called as ossin. Matrix contains a specialized matrix forming protein. അവിടെ ഒരു matrix forming protein കാണുന്നു. That matrix forming protein is called as ossin. Then this matrix contains some longitudinal canals. Cross section നമുക്ക് കാണാൻ പറ്റില്ല, എന്നാൽ longitudinal section എടുത്താൽ നമുക്ക് ഈ കനാൽ താഴേക്ക് പോകുന്നതായിട്ട് കാണാം.
So this matrix contains some longitudinal canals. ഇങ്ങനെയുള്ള longitudinal canal matrixൽ കാണുന്നു. So this matrix contains this longitudinal canal. These longitudinal canals are called as Haversian canal. Matrix contain the longitudinal canals are called as Haversian canal. ഈ longitudinal canal Haversian canal എന്ന് പറയുന്നത്. ഇനി ഈ അഡ്ജസൻ്റ് ഹാവേഷ്യൻ കനാലിനെ ഇൻ്റർകണക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ കനാൽ കൂടെ കാണുന്നു. ദിസ് ഹാവേഷ്യൻ കനാൽസ് ആർ ഇൻ്റർകണക്റ്റഡ് ബൈ എ ഹൊറിസോണ്ടൽ കനാൽ കോൾഡ് ആസ് വോക്സ്മാൻസ് കനാൽ. അതിന് വോക്സ്മാൻസ് കനാൽ എന്ന് പറയും. രണ്ടുപേരെയും കണക്ട് ചെയ്ത് കാണുന്ന ഒരു ഹൊറിസോണ്ടൽ കനാൽ, ദാറ്റ് ഈസ് വോക്സ്മാൻസ് കനാൽ. ദെൻ ഈച്ച് ഹാവേഷ്യൻ കനാൽ നമ്മളിവിടെ എടുത്തു കഴിഞ്ഞാൽ, ഓരോ ഹാവേഷ്യൻ കനാലും എടുത്തു കഴിഞ്ഞാൽ ഈച്ച് ഹാവേഷ്യൻ കനാൽ ഈസ് സറൗണ്ടഡ് ബൈ സം ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസ്. ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസ് ഓരോ ഹാവേഷ്യൻ കനാലിനെയും സറൗണ്ട് ചെയ്ത് കാണുന്നു. അതിങ്ങനെ കോൺസെൻട്രിക് റിങ് പോലെ കാണുന്നത്. സോ ഈച്ച് ഹാവേഷ്യൻ കനാൽസ് ആർ സറൗണ്ടഡ് ബൈ ദ കോൺസെൻട്രിക് റിങ് ഈസ് കോൾഡ് ആസ് lacunae. And this lacunae contain the bone forming cell. Lacuneal bone forming cell കാണുന്നു, osteocytes. Lacunae contain the bone forming cell, osteocytes. So മാട്രിക്സ് നോക്കിയാലത്തെ മാട്രിക്സിൽ സെൻറ്ററിൽ ഹാവേഷ്യൻ കനാൽ കാണുന്നു. ഹാവേഷ്യൻ കനാലിനെ സറൗണ്ട് ചെയ്ത് ലാക്കുനെ കാണുന്നു. ലാക്കുനയ്ക്കുള്ളിൽ ബോൺ ഫോമിംഗ് സെല്ല് കാണുന്നു. ഇതിനെല്ലാം കൂടെ കളക്റ്റീവ്ലി പറയുക ഹാവേഷ്യൻ സിസ്റ്റം. ദിസ് ഹാവേഷ്യൻ സിസ്റ്റം ഈസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ബോൺ മാട്രിക്സ്. ബോൺ മാട്രിക്സിൻ്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഹാവേഷ്യൻ സിസ്റ്റമാണ്. ഇനി ഓരോ ഹാവേഷ്യൻ കനാലിൻ്റെ സെൻറ്ററിലൂടെയും ബ്ലഡ് വെസൽസും നെർവ്സും പാസ് ചെയ്യുന്നുണ്ട്. സോ ബോൺ ഈസ് എ വാസ്കുലാർ ടിഷ്യൂ. ഒരു വാസ്കുലാർ ടിഷ്യൂ ആണ്. ബോണിൻ്റെ സെൻറ്ററിലൂടെ ബ്ലഡ് വെസൽസും നെർവുകളും പാസ് ചെയ്യുന്നുണ്ട്. അതൊരു വാസ്കുലാർ ടിഷ്യൂ ആണെന്ന് പറയാം. സോ ഇതാണ് ഒരു ബോണിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ മറ്റൊരു ടൈപ്പാണ്, ഒരു സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ് കാർട്ടിലേജ്. ഇത് കാർട്ടിലേജ് ആണെങ്കിൽ ദിസ് ഔട്ടർ കവറിംഗ് ഓഫ് കാർട്ടിലേജ് ഈസ് കോൾഡ് ആസ് പെരികോൺഡ്രിയം. അപ്പോൾ എന്താ വ്യത്യാസം? അവിടെ പെരിയോസ്റ്റിയം എന്നാണ് പറഞ്ഞെങ്കിൽ ഹിയർ ദ ഔട്ടർ കവറിംഗ് ഈസ് കോൾഡ് ആസ് പെരികോൺഡ്രിയം. ദെൻ ദിസ് ഈസ് ദ മാട്രിക്സ്. ദിസ് മാട്രിക്സ് കണ്ടെയ്ൻ മാട്രിക്സ് ഫോമിംഗ് പ്രോട്ടീൻ കോൺഡ്രിൻ. അവിടെ മാട്രിക്സ് ഫോമിംഗ് പ്രോട്ടീൻ ഒസീൻ എന്ന് പറഞ്ഞെങ്കിൽ ഹിയർ ദ മാട്രിക്സ് ഫോമിംഗ് പ്രോട്ടീൻ ഈസ് കോൾഡ് ആസ് കോൺഡ്രിൻ. ഹിയർ ആൾസോ മാട്രിക്സ് കണ്ടെയ്ൻ നമ്പർ ഓഫ് ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസ്. കാർട്ടിലേജ് ബോണിലും നമ്മൾ പറഞ്ഞു മാട്രിക്സ് കണ്ടെയ്ൻ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസ് ലാക്കുനെ. ഹിയർ ആൾസോ മാട്രിക്സ് കണ്ടെയ്ൻ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസ് ലാക്കുനെ. ഇവിടെയും കാണുന്നു ലാക്കുനെ. ഹിയർ ദിസ് ലാക്കുനെ കണ്ടെയ്ൻ ദ കാർട്ടിലേജ് ഫോമിംഗ് സെൽ. ഇവിടെ ലാക്കുനയ്ക്കുള്ളിൽ കാർട്ടിലേജ് ഫോമിംഗ് സെല്ല് കാണുന്നു. ദിസ് കാർട്ടിലേജ് ഫോമിംഗ് സെൽസ് ആർ കോൾഡ് ആസ് കോൺഡ്രോസൈറ്റ്സ്. അവിടെ അത് ഓസ്റ്റിയോസൈറ്റ് ആണെങ്കിൽ ഇവിടെ കോൺഡ്രോസൈറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഹാവേഷ്യൻ കനാൽ ബോൺ കറക്റ്റ് അല്ലേ? ഹാവേഷ്യൻ കനാൽ എന്ന് പറയുന്നത് എവിടെയാണ്? ബോണിൽ. അത് മാച്ചിങ് ആണ്. കോൺഡ്രോസൈറ്റ്സ് എവിടെയാണ് കാണുക? കാർട്ടിലേജിലാണ് കോൺഡ്രോസൈറ്റ് കാണുന്നത്. മാച്ചിങ് ആണ്. നിസിൽസ് ഗ്രാന്യൂൾസ്. നമ്മളിപ്പോൾ ഒരു ന്യൂറോൺ എടുത്താൽ നമുക്കറിയാം, ഒരു ന്യൂറോൺ എടുക്കുമ്പോൾ ന്യൂറോൺ കൺസിസ്റ്റ് ഓഫ് ദിസ് സെൻട്രൽ ബൾജ്ഡ് പോർഷൻ. ഈ ബൾജ്ഡ് പോർഷൻ നമ്മൾ പറയുക സൈറ്റോൺ എന്ന് പറയും. സൈറ്റോണിൽ നിന്നുള്ള ഈ സൈറ്റോപ്ലാസ്മിക് പ്രൊജക്ഷൻസ് കാണപ്പെടുന്നുണ്ട്. ദീസ് സൈറ്റോപ്ലാസ്മിക് പ്രൊജക്ഷൻസ് ആർ ഡെൻഡ്രോൺസ്. അതിലൊരു ലോങ് സൈറ്റോപ്ലാസ്മിക് പ്രൊജക്ഷൻ നമ്മൾ പറയും ആക്സോൺ എന്നും പറയും. ആക്സോൺ എൻഡ് ചെയ്യുന്നത് ആക്സോണൈറ്റിലും. ഇനി ഈ സെൽ ബോഡിക്കകത്താണ് ന്യൂക്ലിയസ് കാണുന്നത്. ന്യൂക്ലിയസ് മാത്രമല്ല സൈറ്റോപ്ലാസം ഉണ്ട്. ദർ സൈറ്റോപ്ലാസം കണ്ടെയ്ൻ എ സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ സിന്തറ്റിക് ഗ്രാന്യൂൾ. ഇവരുടെ സൈറ്റോപ്ലാസത്തിൽ ഒരു സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ സിന്തറ്റിക് ഗ്രാന്യൂൾ കാണും. ദിസ് സ്പെഷ്യലൈസ്ഡ് പ്രോട്ടീൻ സിന്തറ്റിക് ഗ്രാന്യൂൾസ് ആർ കോൾഡ് ആസ് നിസിൽസ് ഗ്രാന്യൂൾസ്. So Nissel's granules are the specialized protein synthetic granules of neuron. Correct ആണ്. So Nissel's granules in neuron matching ആണ്. Dendrites cardiac muscle. Dendrites എവിടെ കാണുക? Dendrites are in neurons. ന്യൂറോൺസിൽ കാണുന്ന സ്ട്രക്ചറാണ് ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുക. സോ ഇവിടുത്തെ മിസ്മാച്ച്ഡ് പെയർ അപ്പോൾ എന്ത് വരും? ഓപ്ഷൻ 4 ഡെൻഡ്രൈറ്റ്സ് കാർഡിയാക് മസിൽ ഈസ് നോട്ട് മാച്ചിങ്. അത് മാച്ചിങ് അല്ല. Then structural unit of bone called as Haversian system found in. ഈ ഹാവേഷ്യൻ സിസ്റ്റം എവിടെയാണ് കാണുക? ഇറ്റ് ഈസ് ഇൻ ബോൺ മാട്രിക്സ്. ബോണിൻ്റെ മാട്രിക്സിലാണ് ഹാവേഷ്യൻ സിസ്റ്റം കാണുക. സോ ബോൺ മാരോ, ഇതാണ് ബോൺ മാരോ. ബോൺ മാരോയിലല്ല കാണുക. ഹയാലിൻ കാർട്ടിലേജ്.
Hyaline is a type of cartilage. There are 3 types of cartilage in the body: fibrous, elastic and hyaline. ഇതിൽ ഫൈബ്രസ് ആണ് ബോഡിയിലെ ഹാർഡസ്റ്റ് കാർട്ടിലേജ്. ഹയാലിൻ എന്ന് പറയുന്നൊരു ട്രാൻസ്പെറൻറ്റ് കാർട്ടിലേജ് ആണ് ബോഡിയിൽ. അപ്പോൾ അത് ഹയാലിൻ കാർട്ടിലേജ് അല്ല. ലാക്കുന ഇറ്റ് ഈസ് ദ ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസ് ഫൗണ്ട് ഇൻ ബോൺ ആൻഡ് കാർട്ടിലേജ്. ബോണിലും കാർട്ടിലേജിലും കാണുന്നൊരു ഫ്ലൂയിഡ് ഫിൽഡ് സ്പേസസ് ആണ്. അപ്പോൾ അതല്ല. പിന്നെ എവിടെയാണ്? ഇറ്റ് ഈസ് ഇൻ ബോൺ മാട്രിക്സ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ഇൻ ബോൺ മാട്രിക്സ്. ഓക്കെ. ദ ഹാർഡ് നോൺ പ്ലിയബിൾ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഓഫ് ബോൺ. നമ്മൾ ബോൺ കാർട്ടിലേജ് കമ്പയർ ചെയ്യുമ്പോൾ ബോൺ എന്ന് പറയുന്നത് ഹാർഡ് non-pliable and rigid because of the thick deposition of calcium salt and collagen fibers. So the hard and non-pliable ആണ്, അങ്ങനെ ഫ്ലെക്സിബിൾ ആണ്. നമുക്കിതിങ്ങനെ ബെൻഡ് ചെയ്യാം. മൂക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ കാർട്ടിലേജ് ആണ്, ഇതൊക്കെ ബെൻഡ് ചെയ്യാൻ പറ്റും. പ്ലിയബിൾ ആണ് ബിക്കോസ് കാർട്ടിലേജ് ആണ്. ബട്ട് ഹാർഡ് ആൻഡ് നോൺ പ്ലിയബിൾ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഓഫ് ബോൺ എന്ന് പറയുന്നത് നോൺ പ്ലിയബിൾ ആണ് because of the thicker deposition of calcium salt and collagen fibers. അപ്പോൾ ഏത് ആൻസർ വരും? ഓപ്ഷൻ ബി, കാൽഷ്യം സോൾട്ട് ആൻഡ് കൊളാജൻ ഫൈബേഴ്സ്. Then the striated or skeletal muscles are, we have 3 types of muscles. 3 types of muscles പറയുമ്പോൾ they are skeletal, visceral and cardiac muscles. ഇങ്ങനെ 3 types of muscles ഉണ്ട്. അതിൽ skeletal muscles എടുത്താൽ the skeletal muscles are cylindrical in shape. Visceral muscles are spindle shaped. Cardiac muscles are also cylindrical in shape. ഇവർ സിലിണ്ടറിക്കൽ ഷേപ്പിൽ തന്നെ കാണും. സോ ഷേപ്പിലുള്ള കമ്പാരിസൺ ഇതാണ്. സിലിണ്ടറിക്കൽ, സ്പിൻഡിൽ ഷേപ്ഡ് ആൻഡ് സിലിണ്ടറിക്കൽ. ദെൻ അൺബ്രാഞ്ച്ഡ് ആണ്, ബ്രാഞ്ച്ഡ് ആണ്. സ്ട്രയേറ്റഡ് ആണ്, സർഫസൽ സ്ട്രയേഷൻസ് കാണുന്നുണ്ട്. സ്ട്രയേറ്റഡ് മസിലാണ്. നോൺ സ്ട്രയേറ്റഡ് ആണ്, ഇവർ സ്ട്രയേറ്റഡ് ആണ്. സ്കെലറ്റൽ മസിൽസിനെ പോലെ തന്നെ സ്ട്രയേഷൻസ് കാണുന്നവരാണ്. സ്ട്രയേറ്റഡ് മസിൽസ് ആണ്. ദെൻ മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്. ഇത് യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്, ഇവരും യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ന്യൂക്ലിയസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള സെല്ലാണ്. ഇത് യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്, ഇവരും യൂണി ന്യൂക്ലിയേറ്റഡ് ആണ്. ബട്ട് ഇവിടെ ഒരു മൾട്ടി ന്യൂക്ലിയേറ്റഡ് അപ്പിയറൻസ് ഉണ്ട്. കാരണം ഹിയർ ദ നെയ്ബറിംഗ് സെൽസ് ആർ ടൈറ്റ്ലി ബൗണ്ടഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മോഡിഫൈഡ് ഗ്യാപ് ജംഗ്ഷൻ. ഇവിടെ ഒരു മോഡിഫൈഡ് ഗ്യാപ് ജംഗ്ഷൻ കാണുന്നു. ദറ്റ് മോഡിഫൈഡ് ഗ്യാപ് ജംഗ്ഷൻ ഈസ് കോൾഡ് ആസ് ഇൻ്റർകാലേറ്റഡ് ഡിസ്ക്. ഇൻ്റർകാലേറ്റഡ് ഡിസ്ക് എന്ന മോഡിഫൈഡ് ഗ്യാപ് ജംഗ്ഷൻ കാണുന്നു ഈ കാർഡിയാക് മസിൽസിൽ. ദെൻ സ്കെലിറ്റൽ മസിൽ സീൻ അസോസിയേറ്റഡ് വിത്ത് സ്കെലിറ്റനോട് കാണുന്നു. ദേ ആർ സീൻ അസോസിയേറ്റഡ് വിത്ത് വിസറൽ ഓർഗൻ. കാർഡിയാക് മസിൽസ് ആ ടേം തന്നെ പറയുന്നു ഹാർട്ട് മസിൽസ് ആണ്. ദെൻ സ്കെലിറ്റൽ മസിൽസിൻ്റെ മറ്റൊരു പ്രത്യേകത വോളണ്ടറി ആണ്. ഇവർ രണ്ടും ഇൻവോളണ്ടറി മസിൽസും ആണ്. സോ നമ്മളൊരു കമ്പാരിസൺ എടുത്താൽ ഹിയർ the striated or skeletal muscles are cylindrical shaped, branched with uninucleated nates. Striated or skeletal muscles cylindrically shaped ആണ്. ബ്രാഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ റോങ് ആണ്, അൺബ്രാഞ്ച്ഡ് ആണ്. സിലിണ്ടറിക്കലി ഷേപ്ഡ് ബ്രാഞ്ച്ഡ് യൂണിന്യൂക്ലിയേറ്റഡ് നേച്ചർ ആരാണ്? കാർഡിയാക് ആണ്. സിലിണ്ടറിക്കലി ഷേപ്ഡ് ബ്രാഞ്ച്ഡ് ആണ്, യൂണിന്യൂക്ലിയേറ്റഡ്. അത് കാർഡിയാക് മസിലിൻ്റെ ക്യാരക്ടറാണ്. അപ്പോൾ അതല്ല, ഫസ്റ്റ് ഓപ്ഷൻ അല്ല. സെക്കൻഡ് വൺ cylindrical multinucleated voluntary. Yes, it is cylindrical multinucleated and voluntary. സ്പിൻഡിൽ ഷേപ്ഡ് യൂണിന്യൂക്ലിയേറ്റഡ് വോളണ്ടറി എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. സ്പിൻഡിൽ ഷേപ്ഡ് യൂണിന്യൂക്ലിയേറ്റഡ് ഇൻവോളണ്ടറി വിസറൽ മസിലാണ്. ബട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ സ്കെലിറ്റൽ ഓർ സ്ട്രയേറ്റഡ് മസിൽസ് അതാരാണ്? സിലിണ്ടറിക്കലാണ്, മൾട്ടിന്യൂക്ലിയേറ്റഡ് ആണ്, വോളണ്ടറിയുമാണ്. സോ ഓപ്ഷൻ 2. പ്രൊട്ടക്റ്റീവ് ആൻഡ് സപ്പോർട്ടീവ് സെൽസ് അസോസിയേറ്റഡ് വിത്ത് ന്യൂറോൺസ്. നമ്മൾ ന്യൂറൽ ടിഷ്യൂ എടുത്താൽ there are two types of cells in neural tissue. They are neurons and neuroglial cells. Neurons and neuroglial cells. Neurons are the only excited cell and conduct impulse. Excited സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്യുന്നതും ആ ഇമ്പൾസിനെയൊക്കെ കണ്ടക്ട് ചെയ്തുമായിട്ടുള്ള സെല്ലെന്ന് പറഞ്ഞാൽ ന്യൂറോൺ മാത്രമാണ്.
But neuroglia, about 50% volume, the half volume of the neural tissue components are neural glial cells. They are protective and supporting function. Protective supporting function ചെയ്യുന്ന സെല്ലുകളാണ് neuroglial cells like Schwann cells, oligodendrocytes, microglial cells, ependyma cells, astrocytes. ഇതെല്ലാം ന്യൂറോഗ്ലിയൽ സെൽസ് ആണ്. ദീസ് ആർ പ്രൊട്ടക്റ്റീവ് ആൻഡ് സപ്പോർട്ടിംഗ് ഫംഗ്ഷൻ. സോ പ്രൊട്ടക്റ്റീവ് ആൻഡ് സപ്പോർട്ടീവ് സെൽ അസോസിയേറ്റ് വിത്ത് ന്യൂറോൺസ്. the nissils, neuroglia, dendrites, ependema, and second option ആണ് correct. Ependema is also a neuroglial cell, but നമുക്ക് neuroglial cells എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് ആൻസർ ചെയ്യാം? ഓപ്ഷൻ 2 ആൻസർ ചെയ്യാം. ഓക്കെ. Then the type of tissue that line the respiratory tract, fallopian tube, ventricles of brain, central canal or spinal cord, ഇതിനെയൊക്കെ ലൈൻ ചെയ്ത് കാണുന്ന ടൈപ്പ് ഓഫ് ടിഷ്യൂ ആരാണ്? ഇറ്റ് ഈസ് സീലിയേറ്റഡ് എപ്പിത്തീലിയം. മൂവ്മെൻറ്റ് ടു പാർട്ടിക്കിൾ. സോ ഓപ്ഷൻ 2 സീലിയേറ്റഡ് എപ്പിത്തീലിയം. Germinal epithelial cells are present. Germinal epithelial cells means these are the modified cuboidal epithelium. Cuboidal epithelium modification ആണ്. And these germinal epithelial cells are found in gonads. ഗൊണാഡിൽ മാത്രമായിട്ട് കാണപ്പെടുന്നതാണ് ജെർമിനൽ എപ്പിത്തീലിയം. ദാറ്റ് മീൻസ് ഇൻ ടെസ്റ്റിസ് ആൻഡ് ഓവറി. ഗൊണാഡിൽ മാത്രമേ കാണുന്നുള്ളൂ. സോ ജെർമിനൽ എപ്പിത്തീലിയൽ സെൽസ് ആർ യൂറിനറി ബ്ലാഡർ, യൂറേറ്റർ റോങ് ആണ്. ഫെലോപ്പിയൻ ട്യൂബ് റോങ് ആണ്. സെമിനിഫറസ് ട്യൂബ്യൂൾ ഓഫ് ടെസ്റ്റിസ്, യെസ് ഇറ്റ് ഈസ് സീൻ ഓൺലി ഇൻ സെമിനിഫറസ് ട്യൂബ്യൂൾ. ഹിയർ ഈ ഓപ്ഷനിൽ വരുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾ മാത്രമേ ഉള്ളൂ. സോ ഓപ്ഷൻ 3 സെമിനിഫറസ് ട്യൂബ്യൂൾ ഓഫ് ടെസ്റ്റിസ്. ദെൻ സെലക്ട് ദ കറക്റ്റ് വൺ. കറക്റ്റ് വൺ ആയിട്ടുള്ളത് ആൻസർ ചെയ്യാൻ. Connective tissue mainly do the functions like absorption, lining, etc. Wrong ആണ്. Connective tissue ൻ്റെ function to bind or connect different organs and tissues with each other. So lining, absorption, connective tissue function അല്ലല്ല. Wrong ആണ്. Heparin is a chemical secreted by connective tissue during inflammation. Wrong. Heparin connective tissue secretion ആണ്. This heparin is a anticoagulant, not a inflammatory agent. അതൊരു anticoagulant ആണ്. Blood is a type of connective tissue, does not secrete collagen and elastin fibers. So in all connective tissue there are 3 basic components: cells, matrix and fibers. And 2 types of fibers in all connective tissue, they are collagen and elastin fibers are the characteristics of all connective tissue. Collagen and elastin fibers എല്ലാ connective tissuesലും ഉണ്ട് ഇവർ. They provide strength, elasticity and flexibility to the connective tissue. അപ്പോൾ എല്ലാ കണക്റ്റീവ് ടിഷ്യൂസിലും കാണപ്പെടുന്നു കൊളാജൻ ഓർ എലാസ്റ്റിൻ ഫൈബേഴ്സ് എക്സെപ്റ്റ് ബ്ലഡ്. സോ ബ്ലഡ് ഈസ് ദ ഓൺലി കണക്റ്റീവ് ടിഷ്യൂ വിതൗട്ട് കൊളാജൻ ആൻഡ് എലാസ്റ്റിൻ ഫൈബേഴ്സ്. ആൻഡ് ബ്ലഡ് ഈസ് എ കണക്റ്റീവ് ടിഷ്യൂ ഹാവിംഗ് ഫ്ലൂയിഡ് മാട്രിക്സ്. ഫ്ലൂയിഡ് മാട്രിക്സ് ഉള്ള കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൺലി കണക്റ്റീവ് ടിഷ്യൂ വിതൗട്ട് കൊളാജൻ ആൻഡ് എലാസ്റ്റിൻ ഫൈബേഴ്സ്. ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണത്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ 3. കാരണം 4th റോങ് ആണ്. അഡിപ്പോസ് ടിഷ്യൂ സ്പെഷ്യലൈസ്ഡ് ഫോർ സ്റ്റോറിംഗ് പ്രോട്ടീൻ ഈസ് റോങ്. ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഫാറ്റ്. സോ ആൻസർ ഓപ്ഷൻ 3. The wall of alimentary canal contain. Alimentary canal is a visceral organ. Visceral organ കാണുന്നത് visceral muscle ആണ്. Spindle shaped involuntary muscle. Yes, it is involuntary. Spindle shaped visceral muscle means the visceral muscle. Then it is visceral muscle. Branched muscle fiber wrong ആണ്. സോ ഇവിടെ ഏതല്ല വരിക? സ്പിൻഡിൽ ഷേപ്ഡ് ഇൻവോളണ്ടറി മസിൽ എന്ന് പറഞ്ഞാൽ അത് വിസറൽ മസിലാണ്, സ്മൂത്ത് മസിൽ എന്ന് പറയുന്നത്. ഓർ ആൻഡ് വിസറൽ മസിൽ, വിസറൽ മസിൽ രണ്ടും ഒന്ന് തന്നെയല്ലേ? സോ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ 4 ബോത്ത് 1 and 2. 1ഉം 2ഉം എവിടെ വരുന്നു? എലിമെൻ്ററി കനാൽ കാണും. ഐഡൻറ്റിഫൈ ദ ഫ്യൂസിഫോം. ഫ്യൂസിഫോം മീൻസ് എൻസ് ആർ നാരോ, ബോത്ത് എൻസ് ആർ നാരോ, മിഡിൽ സൊള്ളൻ. അതിനെയാണ് ഫ്യൂസിഫോം അല്ലെങ്കിൽ സ്പിൻഡിൽ ഷേപ്ഡ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ ഫ്യൂസിഫോം ഏതാണ്? ഫസ്റ്റ് എ സ്ട്രൈറ്റഡ് മസിൽ, അത് സിലിണ്ടറിക്കൽ ഷേപ്ഡ് ആണ്. സെക്കൻഡ് അവിടെ ബി കൊടുത്തിരിക്കുന്നതാണ്, ബി സ്മൂത്ത് മസിൽ സ്പിൻഡിൽ ഷേപ്ഡ് ആണ്. അവിടെ സി എന്ന് പറയുന്ന കാർഡിയക് മസിലാണ്, സിലിണ്ടറിക്കൽ ഷേപ്പ്. അപ്പോൾ ഇതിൽ സ്ട്രൈറ്റഡ് മസിൽ ടിഷ്യൂ റോങ് ആണ്. 2 സ്മൂത്ത് മസിൽ ടിഷ്യൂ കറക്റ്റ് ആണ്. ദെൻ 3 ഓൾ ദ അബോ റോങ് ആണ്. ഡി കാർഡിയക് മസിൽ ടിഷ്യൂ റോങ് ആണ്. സോ ആൻസർ ഓപ്ഷൻ 2 സ്മൂത്ത് മസിൽ ടിഷ്യൂ. ഓക്കെ. Next is the second part of this chapter, structural organization, animal morphology. ഇനി നമുക്ക് അനിമൽ മോർഫോളജി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ചാപ്റ്ററിൽ നിങ്ങൾ നോക്കുക, ഡയഗ്രാംസ് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. ഡയഗ്രാംസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഡയഗ്രാം ലേബലിംഗ് മിക്കവാറും ചോദിക്കും. ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻ എർത്ത് വേം
serve as a covering for the mouth and act as the wedge to open forces in the crack in the soil and it may crawl. See, earthwormന്റെ ഫസ്റ്റ് സെഗ്മെൻറ്റ് നമ്മൾ earthwormന്റെ ബോഡി എടുത്താൽ their first segment is called as prostomium. The first segment have a wedge to open crack on the soil. First segmental കാണുന്ന ഈ സോയിലിനെ ഓപ്പൺ ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്ന ആ സ്ട്രക്ചറിന് നമ്മൾ പറയുക പ്രോസ്റ്റോമിയം എന്നാണ്. സോ ഇപ്പോൾ ഇവിടെ എന്താ ആൻസർ വരിക? ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 പ്രോസ്റ്റോമിയം. ഇറ്റ് ആക്ട് ആസ് എ വെഡ്ജ് ടു ക്രാക്ക് ഓപ്പൺ ഫോർ ഓപ്പണിങ്സ് ഇൻ ദ സോയിൽ. അതായത് ഈ ഡിഗ് ചെയ്യാനും തുറക്കാനും ഒക്കെ സഹായിക്കുന്ന സ്ട്രക്ചർ ഈസ് പ്രോസ്റ്റോമിയം. ഫസ്റ്റ് സെഗ്മെൻറ്റ് ഈസ് പെരിസ്റ്റോമിയം. ആ പെരിസ്റ്റോമിയത്തിൽ കാണുന്ന ആ ഓപ്പണിംഗ് മൗത്തിനെ ഗാർഡ് ചെയ്യുന്ന സ്ട്രക്ചറിനാണ് പറയുക പ്രോസ്റ്റോമിയം എന്ന് പറയുക. So option 2, answer option 2. In earthworm, 4 pairs of spermathecae are present. See, spermathecae means for the storage of sperm, receive and store sperm. സ്പെർമിനെ റിസീവ് ചെയ്ത് സ്പെർമിനെ സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചറാണ് സ്പെർമാത്തീക്ക. ഇത് കാണുന്നത് ആ ആനിമലിൻ്റെ ബോഡിയുടെ വെൻട്രൽ സൈഡിലാണ്. സോ സ്പെർമാത്തീക്കെ എന്ന സ്ട്രക്ചർ സ്പെർമാത്തീക്കെ. The spermathecae found on the ventrolateral side. Ventrolateral sides of the intersegmental groove. രണ്ട് സെഗ്മെൻറ്റ് ഇടയുള്ള ഗ്രൂവ്, അതാണ് intersegmental groove. Ventrolateral sides of intersegmental groove of 5 to 9th segment. 5 to 9th segment വരെയുള്ള intersegmental ഗ്രൂവിൽ രണ്ട് വെൻട്രൽ സൈഡിൽ തന്നെ ലാറ്ററൽ രണ്ട് സൈഡിലുമായിട്ട് അവിടെയായിട്ട് കാണുന്ന സ്ട്രക്ചറാണ് സ്പെർമാത്തീക്കെ. ഇപ്പോൾ ഇവിടെ ഓപ്ഷൻ നോക്കി ഇൻ എർത്തോം 4 pairs of spermathecae. ഇതിങ്ങനെ 4 pairs of spermathecae എവിടെ കാണുന്നു? മിഡ് വെൻട്രൽ സൈഡ് ഓഫ് 5 to 9 സെഗ്മെൻറ്റ് റോങ്. മിഡ് ഡോർസൽ സൈഡിലേ കാണുന്നില്ല. ലാറ്ററൽ സൈഡ് റോങ് ആണ്. വെൻട്രൽ സൈഡിലും ലാറ്ററൽ സൈഡിലുമാണ് കാണുന്നത്. വെൻട്രോലാറ്ററൽ സൈഡ്സ് ഓഫ് 5 to 9th സെഗ്മെൻറ്റ്. 5 to 9th വരെയുള്ള സെഗ്മെൻറ്റിൻ്റെ വെൻട്രോലാറ്ററൽ സൈഡിൽ കാണപ്പെടുന്ന സ്ട്രക്ചറാണ് സ്പെർമാത്തീക്കെ. ദിസ് ഈസ് ഫോർ റിസീവിങ് സ്പെർം ആൻഡ് സ്റ്റോറിങ് സ്പെർം. സ്പെർമിനെ റിസീവ് ചെയ്യുന്നു, സ്പെർമിനെ സ്റ്റോർ ചെയ്യുന്നതുമായിട്ടുള്ള സ്ട്രക്ചറാണ്. ഓക്കെ, സോ ആൻസർ ഈസ് ഓപ്ഷൻ 4, ഫോർത്ത് ഓപ്ഷൻ ആണ്. ദെൻ locomotory organs are absent in certain earthworm. Certain segments of earthworm they are. Earthwormന്റെ locomotory organ ആണ്. The locomotory organ called as setae. Setae are the locomotory organs in earthworm and they have about 100 to 1 ton segment. ഒരു 100 to 1 ton segments കാണപ്പെടുന്നുണ്ട്. 120 segments കാണപ്പെടുന്നുണ്ട്. ഇത്രയും സെഗ്മെൻറ്റ്സിൽ all the segment be a setae. എല്ലാ സെഗ്മെൻറ്റിലും കാണുന്നു എക്സെപ്റ്റ് ഫസ്റ്റ്, ലാസ്റ്റ് ആൻഡ് ക്ലൈറ്റല്ലാർ സെഗ്മെൻറ്റ്. ഈ 3 സെഗ്മെൻറ്റിലൊഴികെ ബാക്കിയുള്ള എല്ലാ സെഗ്മെൻറ്റിലും എർത്തോമിന് ഈ സീറ്റ എന്ന സ്ട്രക്ചർ കാണുന്നു. സോ ഓൾ ദ സെഗ്മെൻറ്റ് ഹാവ് സീറ്റ ഫോർ ലോക്കോമോഷൻ എക്സെപ്റ്റ് ദ ഫസ്റ്റ് സെഗ്മെൻറ്റ്, ലാസ്റ്റ് സെഗ്മെൻറ്റ് ആൻഡ് ക്ലൈറ്റല്ലാർ സെഗ്മെൻറ്റ്. നമ്മളിപ്പോൾ എർത്തോമിൻ്റെ ബോഡി എടുത്താൽ അവരുടെ ബോഡിക്ക് 14, 15 ആൻഡ് 16 ഈ 3 സെഗ്മെൻറ്റ്. The segment from 14 to 16. The segments from 14 to 16 called as clitellar segment. ഇതൊരു ഗ്ലാൻഡുലാർ സെഗ്മെൻ്റ് ആണ്, ക്ലൈറ്റല്ലാർ സെഗ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ അവരുടെ ബോഡി സെഗ്മെൻറ്റിനെ 3 ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട്. പ്രീ ക്ലൈറ്റല്ലാർ, ക്ലൈറ്റല്ലാർ ആൻഡ് പോസ്റ്റ് ക്ലൈറ്റല്ലാർ സെഗ്മെൻറ്റ്. ഇതിൽ ഈ ഫസ്റ്റ് സെഗ്മെൻറ്റിലില്ല, ക്ലൈറ്റല്ലാർ സെഗ്മെൻറ്റിലില്ല, ലാസ്റ്റ് സെഗ്മെൻറ്റിലില്ല. ബാക്കിയുള്ള എല്ലാ സെഗ്മെൻറ്റിലും എന്ത് പ്രസൻ്റ് ആണ്? ഈ സീറ്റ എന്ന ലോക്കോമോട്ടറി സ്ട്രക്ചർ പ്രസൻ്റ് ആണ്. സോ ദ ലോക്കോമോട്ടറി ഓർഗൻ സീറ്റ ആർ ആബ്സെൻറ്റ് ഇൻ സർട്ടൺ സെഗ്മെൻറ്റ് എർത്തോം. ദേ ആർ ഏതൊക്കെയാണ്? ഫസ്റ്റ്, ലാസ്റ്റ് ആൻഡ് ക്ലൈറ്റല്ലാർ. ഫസ്റ്റും ലാസ്റ്റും ക്ലൈറ്റല്ലാറിലും എന്തില്ല? ഈ ലോക്കോമോട്ടറി ഓർഗനായിട്ടുള്ള സീറ്റ ആബ്സെൻ്റ് ആണ്. സോ ആൻസർ ഓപ്ഷൻ 4. ദെൻ ചൂസ് ദ കറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ലേബലിംഗ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. നമുക്ക് ഈ ലേബൽ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഈസ്, ഇത് ഡയഗ്രം എന്ന് പറയുന്നത് നെഫ്രിഡിയത്തിൻ്റെ ഡയഗ്രമാണ്. എക്സ്ക്രീറ്ററി ഓർഗൻസ് ഓഫ് എർത്തോം കോൾഡ് ആസ് നെഫ്രിഡിയ. എർത്തോമിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻ നെഫ്രിഡിയ എന്ന് പറയും. അവിടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെഫ്രിഡിയ ഉണ്ട്.
അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെപ്റ്റൽ നെഫ്രിഡിയ. ദീസ് ആർ ദ നെഫ്രിഡിയ സീൻ ഓൺ either സൈഡ് ഓഫ് ദ ഇന്റർ സെഗ്മെന്റൽ സെപ്റ്റം. ഇന്റർ സെഗ്മെന്റൽ സെപ്റ്റത്തിൽ കാണുന്ന നെഫ്രിഡിയാണ് സെപ്റ്റൽ നെഫ്രിഡിയ. സോ 1 ഈസ് സെപ്റ്റൽ നെഫ്രിഡിയ. 2 എന്ന് പറയുന്നത് ക്ലൈറ്റലാർ സെഗ്മെന്റ് ആണ്. 14 to 16 വരെയുള്ള സെഗ്മെന്റിൽ കാണപ്പെടുന്ന നെഫ്രിഡിയാണ്. അതിൽ കാണപ്പെടുന്നത് ഇൻറ്റഗ്മെന്ററി നെഫ്രിഡിയാണ്, ബട്ട് ഭയങ്കര അബണ്ടൻ്റ് ആണ്. ദറ്റ് ഈസ് ഫോറസ്റ്റ് ഓഫ് നെഫ്രിഡിയ. ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് ഇൻറ്റഗ്മെന്ററി നെഫ്രിഡിയ കാണുന്നത് ഈ 14 to 16 സെഗ്മെന്റ് ആയിട്ടുള്ള ക്ലൈറ്റലാർ സെഗ്മെന്റിലാണ്. സോ 2 എന്ന് പറയുന്നത് എന്താണ്? ഫോറസ്റ്റ് ഓഫ് നെഫ്രിഡിയ ആണ്. വാട്ട് ഈസ് 3? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇൻറ്റഗ്മെന്ററി നെഫ്രിഡിയ. 3 എന്ന് പറയുന്നത് ഇൻറ്റഗ്മെന്ററി നെഫ്രിഡിയ ആണ്. ദെൻ ഫോർത്ത് വൺ ഫാരിഞ്ചൽ നെഫ്രിഡിയ. ടഫ്റ്റ് ഓഫ് ഫാരിഞ്ചൽ നെഫ്രിഡിയ ആണ് ഫോർത്ത് വൺ എന്ന് പറയുന്നത്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് ഓപ്ഷൻ. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ഡയഗ്രാം ലേബിൾ ചെയ്യാൻ പഠിക്കാം. Then circulatory system of earthworm is given below. Identify the parts A, B, C and D. Earthworm is an annelid. They have a closed circulatory system. First ഒരു closed circulatory system, first heart ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത ഗ്രൂപ്പാണ് ഈ അനലിഡ്സ് എന്ന് പറയുന്നത്. അതിനൊരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് എർത്തുവം. സി, ഇതിൽ അവരുടെ എ എന്ന് പറയുന്നത് ഡോസൽ ബ്ലഡ് വെസൽസ് ആണ്. സോ എ ഡോസൽ ബ്ലഡ് വെസൽസ്. B lateral hearts. C lateral esophageal heart. Esophageal regionോട് ചേർന്ന് കാണുന്നതുകൊണ്ടാണ് lateral esophageal hearts. D ventral blood vessels. These are the blood vessels and they have closed circulatory system. So answer is option 1. First option ആണ്. So 1 is the answer. Then in cockroach, 4 wings are seen attached to. നമ്മൾ കോക്രോച്ചിൻ്റെ ബോഡി എടുത്താൽ ബോഡിക്ക് 3 റീജിയനാണ്. ഇപ്പോൾ ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. തൊറാക്സ് എടുത്താൽ 3 thoracic segment. പ്രോതൊറാക്സ്, മീസോതൊറാക്സ് ആൻഡ് മെറ്റാതൊറാക്സ്. ഇങ്ങനെ 3 thoracic segment ഉണ്ട്. ദിസ് thoracic segment ബിയേഴ്സ് വിങ്സ് ആൻഡ് വാക്കിംഗ് ലെഗ്സ്. വിങ്സും വാക്കിംഗ് ലെഗ്സും ഒക്കെ കാണുന്ന thoracic segment ആണ്. അതിൽ പ്രോതൊറാസിക് സെഗ്മെൻറ്റിൽ നിന്നും ഒരു പെയർ വാക്കിംഗ് ലെഗ് എറേസ് ചെയ്യുന്നുണ്ട്, പ്രോതൊറാസിക് സെഗ്മെൻറ്റ്. മീസോതൊറാസിക് സെഗ്മെൻറ്റിൽ നിന്നും എറേസ് ചെയ്യുന്നു വാക്കിംഗ് ലെഗ്സ്. മെറ്റാതൊറാസിക് സെഗ്മെൻറ്റിൽ നിന്നും എറേസ് ചെയ്യുന്നുണ്ട്. സോ ദർ വാക്കിംഗ് ലെഗ്സ് ആർ എറേസിങ് ഫ്രം ദ പ്രോ, മീസോ ആൻഡ് മെറ്റാതൊറാസിക് സെഗ്മെൻറ്റ്. ഇനിയുള്ളത് വിങ്സ് ആണ്. 2 pairs ഓഫ് വിങ്സ്. അതിൽ ഫസ്റ്റ് പെയർ വിങ്സ് എന്ന് പറഞ്ഞാൽ മീസോതൊറാസിക്. പ്രോതൊറാക്സിൽ നിന്നും വിങ്സ് ഇല്ല. മീസോയും മെറ്റാതൊറാക്സിൽ മാത്രമേ വിങ്സ് എറേസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ മീസോതൊറാക്സിൽ നിന്ന് എറേസ് ചെയ്യുന്ന വിങ് ആണ്. ദിസ് ഈസ് ദ ലാർജ് വിങ്. ദിസ് ലാർജ് വിങ് ഈസ് കോൾഡ് ആസ് ടെക്മിന. ദിസ് ലാർജ് വിങ് ഈസ് ടെക്മിന. ഇറ്റ് ഈസ് ഡാർക്ക് ആൻഡ് ഒപ്പേക്ക് ആയിട്ടുള്ള വിങ് ആണ് ടെക്മിന. ഇനി മീസോതൊറാക്സിൽ നിന്ന് എറേസ് ചെയ്യുന്ന വിങ് ആണ് വിച്ച് ഹെൽപ്സ് ഇൻ ദ ഫ്ലൈറ്റ്. ദിസ് ഈസ് ദ ഹൈൻ വിങ്. ആ ഹൈൻ വിങ് ആണ് അവരുടെ ഫ്ലൈറ്റിന് സഹായിക്കുന്നത്. സോ അങ്ങനെയെങ്കിൽ ഇൻ കോക്രോച്ച് 4 wings are seen attached. ആരാണ് 4 wing? ടെക്മിന ഈസ് ദ 4 wing. These 4 wings are seen attached to prothorax. Wrong. Yes, it is attached to the mesothorax. അതെവിടെ അറ്റാച്ച് ചെയ്ത് കാണുന്നത്? മീസോതൊറാക്സിലാണ് അത് അറ്റാച്ച് ചെയ്ത് കാണുന്നത്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ 2. ഓക്കെ. Then next one. Which of the following is one of the pathway of air during respiration in adult male Periplaneta americana and enter into animal body? Periplaneta americana or cockroach അവരുടെ റെസ്പിറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം, അപ്പോൾ അവരുടെ ബോഡിക്ക് ഇങ്ങനെ 3 segments ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. ഹെഡ്, ദെൻ പ്രോതൊറാക്സ്, തൊറാസിക് സെഗ്മെൻറ്റ് ആൻഡ് അബ്ഡോമൻ. ഇങ്ങനെയാണ് സെഗ്മെൻറ്റ്സ് കാണാം. തൊറാക്സ് തന്നെ പ്രോതൊറാക്സ് ഉണ്ട്, മീസോതൊറാക്സ് ഉണ്ട്, മെറ്റാതൊറാക്സ് ഉണ്ട്. ബാക്കി ഒരു 10 അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ് ഉണ്ട് അവരുടെ ബോഡിയിൽ. ഈച്ച് metathorax and each abdominal segment bears a pair of openings on their body wall. അതായത് ഫസ്റ്റ് മെറ്റാതൊറാസിക് സെഗ്മെൻറ്റിലും എല്ലാ അബ്ഡോമിനൽ സെഗ്മെൻറ്റിലും ഒരു ജോഡി ഓപ്പണിംഗ് കാണപ്പെടുന്നുണ്ട് ബോഡി വാളിൽ. ദീസ് ഓപ്പണിങ്സ് ആർ കോൾഡ് ആസ് സ്പൈറക്കിൾ.
നമുക്ക് നോസ്ട്രിൽസ് എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ റെസ്പിറേറ്ററി ഓപ്പണിംഗ് ആണ് സ്പൈറക്കിൾ. സപ്പോസ് ഇതാണ് ആ ബോഡിയുടെ സെഗ്മെൻ്റ് എങ്കിൽ ബോഡിയുടെ ലാറ്ററൽ വാളിലായി സ്പൈറക്കിൾസ് കാണപ്പെടുന്നുണ്ട്. ദി സ്പൈറക്കിൾസ് ഓപ്പൺസ് ടു എ ട്യൂബ് കോൾഡ് ആസ് ട്രക്കിയ. സ്പൈറക്കിൾ ഓപ്പൺ ചെയ്യുന്ന ട്യൂബാണ് ട്രക്കിയ. ദിസ് ട്രക്കിയ ബ്രാഞ്ചസ് ആസ് ട്രക്കിയോൾ. ട്രക്കിയോളായി ബ്രാഞ്ച് ചെയ്യുന്നു. ആൻഡ് ദിസ് ട്രക്കിയോൾസ് എൻഡ് ചെയ്യുന്നത് ടിഷ്യൂസിലുമാണ്. ദീസ് ട്രക്കിയോൾസ് എൻഡ്സ് ഇൻ ടിഷ്യൂസിലേക്ക് എൻഡ് ചെയ്യുന്നു. സോ ഓക്സിജൻ ഇൻസ്പിറേഷൻ ടൈമിൽ ഓക്സിജൻ അകത്തേക്ക് കയറുന്നു. ട്രക്കിയ വഴി ട്രക്കിയോൾസ് വഴി ഓക്സിജൻ സെല്ലിനകത്തേക്ക് വരുന്നു. ഇനി ദിസ് സ്പൈറക്കിൾ openings are regulated by ptergosternal muscles. Opening of this spiral and opening regulate in the muscles are ptergosternal muscles. ഈ മസിൽസിൻ്റെ പ്രത്യേകത, ദീസ് മസിൽസ് കോൺട്രാക്ഷൻ കോസസ് എക്സ്പിരേഷൻ. സോ ഇപ്പോൾ ഇവിടെ ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത് ഈ കോക്രോച്ച് അല്ലെങ്കിൽ ഇൻസെക്ട്സിൽ ഇൻസ്പിരേഷൻ ഈസ് പാസീവ്, അതൊരു പാസീവ് പ്രോസസ്സാണ്. വൈൽ എക്സ്പിരേഷൻ ഈസ് എ ആക്റ്റീവ് പ്രോസസ് because it takes place by the contraction of this ptergosternal muscle. അതുകൊണ്ട് ഇവിടുത്തെ എക്സ്പിരേഷൻ ഒരു ആക്റ്റീവ് പ്രോസസ്സും ഇൻസ്പിരേഷൻ ഒരു പാസീവ് പ്രോസസ്സുമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ വൺ പാത്വേ ഫോളോഡ് ബൈ എയർ ഓക്സിജൻ ഡ്യൂറിങ് ഇൻസ്പിരേഷൻ അഡൽട്ട്? ഇൻസ്പിരേഷനിൽ എങ്ങനെയാണ് എയറിൻ്റെ പാത്വേ എന്ന് ചോദിച്ചത്. സോ ഫസ്റ്റ് എന്താണ് സ്പൈറക്കിൾ ഇൻ മെറ്റാതൊറാക്സ്. സ്പൈറക്കിൾ മെറ്റാതൊറാക്സിൽ, പ്രോതൊറാക്സിൽ ഇല്ല, സ്പൈറക്കിൾ മെറ്റാതൊറാക്സിലുണ്ട്. അവിടെ നിന്ന് അത് എങ്ങോട്ടാണ് സ്പൈറക്കിൾ വഴി എവിടേക്ക് ഓപ്പൺ ചെയ്യും? ട്രക്കിയ എവിടേക്ക് ഓപ്പൺ ചെയ്യുന്നു? ട്രക്യൂൾസിൽ നിന്നും ഓക്സിജൻ എവിടേക്ക് ഡിഫ്യൂസ് ചെയ്യപ്പെടും? ഡിഫ്യൂസസ് ഇൻ ടു ദ സെൽ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാ വരിക? ആൻസർ ഓപ്ഷൻ 1. എല്ലാം കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഓപ്ഷൻ 1-ലാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1. ദെൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആബ്സെൻറ്റ് ഇൻ ഫീമെയിൽ കോക്രോച്ച്? നമ്മളൊരു കോക്രോച്ച് എടുത്താൽ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ, മെയിലും ഫീമെയിൽ എടുത്താൽ അവരുടെ 10th അബ്ഡോമിനൽ സെഗ്മെൻ്റ് എടുത്താൽ ദർ ഈസ് എ സ്ട്രക്ചർ കോൾഡ് ആസ് ഏനൽ സെർസി. ഇതൊരു അവരുടെ ശരിക്കും ഇറ്റ് റിസീവ് വൈബ്രേഷൻസ് ഇൻ ദെയർ സറൗണ്ടിങ്. അതായത് ഒരു ഓഡിറ്ററി സെൻസ് ഓർഗനാണ്. ഓഡിറ്ററി ഹിയറിംഗ് എന്ന് പറയുന്ന സ്ട്രക്ചറിലെങ്കിലും വൈബ്രേഷൻ, സറൗണ്ടിങ്ങിലുള്ള വൈബ്രേഷൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓഡിറ്ററി സെൻസ് ഓർഗനാണ് ഈ ഏനൽ സെർസി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിലും കാണപ്പെടുന്നുണ്ട്, ഫീമെയിൽ. ബോത്ത് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ദ ഏനൽ സെർസി പ്രസൻറ്റ് ഇൻ ദ 10th സെഗ്മെൻറ്റിൽ ഏനൽ സെർസി കാണുന്നു, ബോത്ത് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. ബട്ട് മെയിൽ ആണെങ്കിൽ ഇൻ അഡീഷൻ ടു ഏനൽ സെർസി എ സ്ട്രക്ചർ വിച്ച് ഹെൽപ്സ് ഇൻ കോപ്പുലേഷൻ കോൾഡ് ആസ് ഏനൽ സ്റ്റൈൽ ഓർ കോഡൽ സ്റ്റൈൽ. ഏനൽ സ്റ്റൈൽ അല്ലെങ്കിൽ കോഡൽ സ്റ്റൈൽ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഈ 10th സെഗ്മെൻറ്റിൽ കാണപ്പെടുന്നുണ്ട്. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആബ്സെൻറ്റ് ഇൻ ഫീമെയിൽ കോക്രോച്ച്? ഈ ഏനൽ സ്റ്റൈൽ എന്ന് പറഞ്ഞ സ്ട്രക്ചർ മെയിലിൽ മാത്രമേ ഉള്ളൂ, ഫീമെയിൽ അത് ആബ്സെൻ്റ് ആണ്. എന്നാൽ ഏനൽ സെർസി ഫൗണ്ട് ഇൻ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ, അത് മെയിലും ഫീമെയിലും ഉണ്ട്. ബട്ട് ദിസ് ഏനൽ സ്റ്റൈൽ ദിസ് ഈസ് ഫൗണ്ട് ഇൻ ഓൺലി മെയിൽ, അത് മെയിലിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആബ്സെൻറ്റ് ഇൻ ഫീമെയിൽ കോക്രോച്ച്? ഫീമെയിൽ കോക്രോച്ച് ആബ്സെൻ്റ് ആയിട്ടുള്ള ഏതാണ്? ഏനൽ സ്റ്റൈൽ. ഏനൽ സെർസി എല്ലാവരുണ്ട്, കൊളാറ്ററൽ ഗ്ലാൻഡ് ഫീമെയിലുണ്ട്, ബ്രൂഡ് പൗച്ച് ഫീമെയിലുണ്ട്. അപ്പോൾ ഫീമെയിൽ ആബ്സെൻ്റ് ആയിട്ടുള്ള ഏതാണ്? ഏനൽ സ്റ്റൈൽ. Then figure given below shows the head region of cockroach. Identify the parts labeled A to F. Here the labeled portion A is ocelli. Ocelli is a simple I. A എന്ന് പറയുന്ന ocelli or ocellus. Simple I ആണ്. Then B compound I. That means multiple lens system ആണ്. ഒമാറ്റിഡിയം പോലുള്ള ലെൻസ് സിസ്റ്റം ഒരുപാട് കാണപ്പെടുന്നതുകൊണ്ടാണ് കോമ്പൗണ്ട് I. So B is compound I. A ocellus, B compound I. C is maxilla. D labium. E labrum. Sorry, A ocellus ആണ്. B compound I വരും. B is compound I. Correct. C എന്ന് പറയുന്നത് maxilla ആണ്. C is maxilla. അത് correct ആണ്. D labium, lower lip. D labium. E labrum, upper lip. Then F mandible ആണ്. So correct എല്ലാം വരുന്ന ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ 2 is the answer. The labeled portion option 2.
Identify the structures labeled 1, 2, 3, 4 in the alimentary canal of cockroach. നോക്കാം, നമ്മളൊരു കോക്രോച്ചിൻ്റെ അലിമെൻ്ററി കനാൽ എടുത്താൽ ഇങ്ങനെയാണ് അലിമെൻ്ററി കനാൽ പോകുന്നത്. So first mouth, buccal cavity, then this is crop, gizzard, mesenteron, midgut and hindgut. Hindgut contain ileum, colon, rectum. ഇങ്ങനെ 3 റീജിയൻസും കാണപ്പെടുന്നുണ്ട്. ഇതിൽ the gastric caecae are seen in between the foregut and midgut. Numerous filamentous, അതായത് 1 to 15 എങ്കിലും ഉണ്ടാവും. 6 to 8 ഹെപ്പാറ്റിക് സീക്ക ഉണ്ട്, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് സീക്ക ഉണ്ട്. ഒരു 100 to 120 ഫിലമെൻറ്റസ് ആയിട്ടുള്ള മാൽഫീജിയൻ ട്യൂബുകളും കാണുന്നു ബിറ്റ്വീൻ മിഡ്ഗട്ട് ആൻഡ് ഹൈൻഗട്ട്. സോ നമുക്കിവിടെ ലേബിൾ ചെയ്യാം. വാട്ട് ഈസ് 1? 1 ഈസ് നത്തിങ് ബട്ട് ക്രോപ്പ്. ലേബിൾഡ് പോർഷൻ 1 ഈസ് ക്രോപ്പ്. ദ 2 ഈസ് ഗിസാർഡ്. ഗിസാർഡിനെയാണ് 2 ആയി ലേബിൾ ചെയ്തിരിക്കുന്നത്. ദെൻ 3 ഈസ് ഹെപ്പാറ്റിക് സീക്കെ. 3 എന്ന് പറയുന്നത് ഹെപ്പാറ്റിക് സീക്കയാണ്. ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ഫോർഗട്ട് ആൻഡ് മിഡ്ഗട്ട്. ഫോർഗട്ടിനും മിഡ്ഗട്ടിനും ഇടയിൽ ജംഗ്ഷനിൽ കാണുന്ന ഹെപ്പാറ്റിക് സീക്കെ ഡൈജസ്റ്റീവ് ജ്യൂസസിനെ സെക്രീറ്റ് ചെയ്യുന്നു. ദെൻ 4th ഈസ് മാൽഫീജിയൻ ട്യൂബ്യൂൾ. ദെയർ എക്സ്ക്രീറ്ററി ഓർഗൻ. മാൽഫീജിയൻ ട്യൂബ്യൂളാണ് എക്സ്ക്രീറ്ററി, മെറ്റബോളിക് വേസ്റ്റിനെ കളക്ട് ചെയ്ത് അലിമെൻ്ററി വെനൽ വഴിയാണ് പുറത്ത് കളയുക. സോ മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ആർ ദ എക്സ്ക്രീറ്ററി സ്ട്രക്ചേഴ്സ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4. 4th ഓപ്ഷനാണ് ആൻസർ എന്ന് പറയുക. Then, in Periplaneta americana, the ostium of heart chambers guided the flow of blood from. See, Periplaneta americana പ്രത്യേകത, circulatory system is there and they have open type circulation. Open type circulation ആണ് കാണുക. Their blood is called as hemolymph and they have blood filled body cavity is called as hemocoel. ഹീമോസീലാണ് ബ്ലഡ് ഫിൽഡ് ബോഡി ക്യാവിറ്റി. അപ്പോൾ ഇതിൽ ഒരു 13 ചേമ്പേർഡ് ഹാർട്ട് കാണപ്പെടുന്നുണ്ട്. സോ അബൌട്ട് 13 ചേമ്പേർഡ് ഹാർട്ട് ഈസ് പ്രസൻറ്റ്. ഈച്ച് ചേമ്പർ ഈസ് കോൾഡ് ആസ് ഓസ്റ്റിയ. ടോട്ടൽ ഒരു 13 ചേമ്പേർഡ് ഹാർട്ടുണ്ട്. അതിൽ ഓരോ ചേമ്പറിനെയും നമ്മൾ പറയുക ഓസ്റ്റിയ എന്നാണ് പറയുക. ഇനി ദെൻ ഈ ഓരോ ചേമ്പേഴ്സിനും കണക്ട് ചെയ്തുകൊണ്ട് ഓരോ 14 ചേമ്പേഴ്സ് ഉണ്ട്. ആ ചേമ്പേഴ്സിനിടയിലുള്ള ഓപ്പണിങ്ങിനെയാണ് ഓസ്റ്റിയ എന്ന് പറയുക. ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ ചേമ്പേഴ്സ് ആർ കോൾഡ് ആസ് ഓസ്റ്റിയ. ഇനി ഈ ചേമ്പേഴ്സ് ആർ കണക്റ്റഡ് ബൈ എ മസിൽ കോൾഡ് ആസ് ആലറി മസിൽസ്. ഈ ചേമ്പേഴ്സിനെ കണക്ട് ചെയ്യുന്ന മസിലാണ് ആലറി മസിൽസ്. അപ്പോൾ ഇവരുടെ പ്രത്യേകത, ഇവരുടെ ബോഡി ക്യാവിറ്റിയിൽ നിന്നും ബ്ലഡ് ഈ ഓസ്റ്റിയയിലേക്ക് പ്രഷറിൻ്റെ ബേസിസിൽ കയറും. ആൻഡ് ദിസ് ഓസ്റ്റിയ ഓൾവേസ് പമ്പ് ദിസ് ബ്ലഡ് ഫ്രം പോസ്റ്റീരിയർ ടു ആൻറ്റീരിയർ ഡയറക്ഷൻ. അപ്പോൾ ബ്ലഡ് എപ്പോഴും പമ്പ് ചെയ്യുന്ന ഏത് ഡയറക്ഷനാണ്? പോസ്റ്റീരിയറിൽ നിന്നും ആൻറ്റീരിയർ ഡയറക്ഷനിലേക്കാണ് ഈ ചേമ്പേഴ്സ് വഴി ബ്ലഡിനെ പമ്പ് ചെയ്ത് വിടുക. ഇൻ ദിസ് പെരിപ്ലാനറ്റ് അമേരിക്കാന ഓർ കോക്രോച്ച്. സോ ഇൻ പെരിപ്ലാനറ്റ് അമേരിക്കാന ദ ഓസ്റ്റിയം ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ് ഗൈഡ് ദ ഫ്ലോ ഓഫ് ബ്ലഡ് ഫ്രം ഹാർട്ട് ടു ഹീമോസീൽ. റോങ്. ഹീമോസീൽ ടു ഹാർട്ട്. one chamber to another from anterior to posterior side. Wrong ആണ്. സോ ഹാർട്ട് ടു ഹീമോസീൽ ആണ്. ഹാർട്ട് ടു ഹീമോസീൽ എന്ന് നോക്കിയാൽ ഹാർട്ട് ടു ഹീമോസീൽ എന്ന് വരാം. കാരണം ഇവിടുന്ന് പമ്പ് ചെയ്ത് മുകളിലേക്ക് വിട്ട് ഹീമോസീലിലേക്കാണ് പോവുക. സോ ആൻസർ എന്ന് പറയുന്നത് ഹാർട്ട് ടു ഹീമോസീൽ. ഹാർട്ടിൽ നിന്നും ഹീമോസീലിലേക്ക് ബ്ലഡിനെ പമ്പ് ചെയ്ത് വിടുന്നു. നെക്സ്റ്റ്, ഇൻ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് കോക്രോച്ച്, ഫാലിക് ഗ്ലാൻഡ്സ് ആൻഡ് ഏനൽ സെർസിയർ മാർക്കഡ്. നമുക്കിത് ലേബിൾ ചെയ്യാം. ഡയഗ്രാം. അപ്പോൾ അവിടെ ഒരു കുറേ നമ്പറിൽ ലേബലിംഗ് കൊടുത്തിട്ടുണ്ട്. 1 by 1 ആയി ലേബിൾ ചെയ്യാം. വാട്ട് ഈസ് 1? ടെസ്റ്റിസ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ടെസ്റ്റിസ് ആണ് 1 എന്ന് പറയുക. സോ 1 ഈസ് ടെസ്റ്റിസ്. ദെൻ 2 ഈസ് കോൾഡ് as ഫാലിക് ഗ്ലാൻഡ്, ഈസ് ആൻ ആക്സസറി സെക്സ് ഗ്ലാൻഡ്. അവരുടെ ഒരു ആക്സസറി സെക്സ് ഗ്ലാൻഡ് ആണ് 2. സോ 2 ഈസ് ഫാലിക് ഗ്ലാൻഡ്. 3 സ്മാൾ ട്യൂബ്യൂൾസ്, അതായത് അവരുടെ സെമിനൽ വെസിക്കിളിൻ്റെ അകത്ത് കാണപ്പെടുന്ന സ്മാൾ ട്യൂബ്യൂൾസ് ആണ് 3 എന്ന് പറയുന്നത്. സോ 3 സ്മാൾ ട്യൂബ്യൂൾസ്.
Then fourth one, long tubules. Fourth one എന്ന് പറയുന്നത് അവിടുത്തെ ലോങ് ട്യൂബിളാണ്. 3 സ്മാൾ ട്യൂബ്യൂളും ഫോർത്ത് വൺ ലോങ് ട്യൂബ്യൂളും. സ്മാൾ ആൻഡ് ലോങ് ട്യൂബ്യൂൾസ് ഇവരൊക്കെ ആരാണ്? സെമിനൽ വെസിക്കിൾ എന്ന ആക്സസറി സെക്സ് ഗ്ലാൻഡിൻ്റെ 2 റീജിയനാണ്. സ്മാൾ ട്യൂബ്യൂളും ഇന്നറിൽ കാണുന്ന സ്മാൾ ട്യൂബ്യൂളും ഔട്ടറിൽ കാണുന്ന ലോങ് ട്യൂബ്യൂൾ എന്ന് പറയും. ഇത് കളക്റ്റീവ് കോൾഡ് സെമിനൽ വെസിക്കിൾ. സോ 3 സ്മാൾ ട്യൂബ്യൂളാണ്, 4 ലോങ് ട്യൂബ്യൂളാണ്. ദെൻ ഫിഫ്ത്ത് വൺ സെമിനൽ വെസിക്കിൾ. അതാ മഷ്റൂം ഷേപ്പ്ഡ് ഗ്ലാൻഡ് നമ്മൾ പറയുന്നത് സെമിനൽ വെസിക്കിൾ എന്ന് പറയും. ഈ സെമിനൽ വെസിക്കിളിൻ്റെ പ്രത്യേകത ടെസ്റ്റിസിൽ നിന്നുള്ള സ്പെർമിനെ റിസീവ് ചെയ്യും. ആ സ്പെർമിനെ അവർ ഗ്ലൂഡ് ചെയ്ത് സ്പെർമാറ്റോഫോർ എന്നൊരു കോംപ്ലക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. സ്പെർമാറ്റോഫോർ ആക്കി മാറ്റുന്നത് ഈ സെമിനൽ വെസിക്കിൾ വെച്ചിട്ടാണ്. ദെൻ സിക്സ്ത് വൺ ഈസ് വാസ് ഡിഫറൻസ്. ദ ഡക്റ്റ് ഫ്രം ടെസ്റ്റിസിൻ്റെ ഡക്റ്റാണ്, വാസ് ഡിഫറൻസ് ആണ് സിക്സ്ത് വൺ എന്ന് പറയുന്നത്. The seventh is ejaculatory duct. Vas difference open ചെയ്യുന്ന ഒരു കോമൺ ഡക്റ്റ് ആണ്. That common duct is called as ejaculatory duct. So seventh is the ejaculatory duct. Ejaculatory duct എന്ന കോമൺ ഡക്റ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. Eighth one is right phallomeer. Phallomeer means external genitalia. റൈറ്റ് സൈഡിലുള്ള ഫാലോമിയർ ആണ് റൈറ്റ് ഫാലോമിയർ. എക്സ്റ്റേണൽ ജെനിറ്റീലിയ മീൻസ് ദ വിസിബിൾ എക്സ്റ്റേണൽ പാർട്ട്. ദെൻ നയൻത് വൺ ഈസ് വെൻട്രൽ ഫാലോമിയർ. ഇപ്പോൾ റൈറ്റ് ഫാലോമിയർ ഉണ്ട്, ലെഫ്റ്റ് ഫാലോമിയർ ഉണ്ട്, വെൻട്രൽ സൈഡിലും ഫാലോമിയർ ഉണ്ട്. അപ്പോൾ ഈ നയൻത് എന്ന് പറയുന്ന വെൻട്രൽ ഫാലോമിയർ ഈസ് ആൾസോ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ ജെനിറ്റീലിയ. അതും അവരുടെ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ വിസിബിൾ എക്സ്റ്റേണൽ പാർട്ട്, പുറമേ കാണാൻ പറ്റുന്ന പോർഷൻ. ദെൻ 10th is anal circus is a sense organ which receive the vibrations from the surroundings നിന്നുള്ള വൈബ്രേഷൻസിനെയൊക്കെ റിസീവ് ചെയ്യുന്ന സെൻസ് ഓർഗനാണ് ഏനൽ സെർസെ എന്ന് പറയുന്നത്, or anal circus. So 10th one is anal circus. 11th is caudal style. It helps in copulation. Copulation സഹായിക്കുന്ന എക്സ്റ്റേണൽ ജെനിറ്റീലിയുടെ ഒരു പാർട്ടാണ്, സീൻ ഓൺലി ഇൻ മെയിലിൽ മാത്രം കാണുന്നതാണ് caudal style or anal style എന്ന് പറയും. anal style അല്ലെങ്കിൽ caudal style. Then 12th is pseudopenis. helps in copulation സഹായിക്കുന്നതാണ് pseudopenis. Then 13 Titillator also helps in copulation. എക്സ്റ്റേണൽ ജെനിറ്റീലിയുടെ പാർട്ടാണ്, കോപ്പുലേഷന് ഹെൽപ്ഫുൾ ആകുന്ന സ്ട്രക്ചറാണ് ടൈറ്റിലേറ്റർ എന്ന് പറയുക. ദെൻ 14 ഈസ് ലെഫ്റ്റ് ഫാലോമിയ. ഇറ്റ് ഈസ് ആൾസോ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ ജെനിറ്റേലിയ. സോ നമ്മുടെ ക്വസ്റ്റൻ ഇതാണ്, ഫാലിക് ഗ്ലാൻഡ് ഏനൽ സെർസെ ആർ മാർക്കഡ്. ഫാലിക് ഗ്ലാൻഡ് ആൻഡ് ഏനൽ സെർസെ. ഇതിൽ ഫാലിക് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ഏതാണ്? 2 ഈസ് ഫാലിക് ഗ്ലാൻഡ്. ദെൻ ഏനൽ സെർസെ ഏതാണ്? ഏനൽ സർക്കസ് ഈസ് മാർക്കഡ് ആസ് 10. സോ ആൻസർ ഓപ്ഷൻ 2 and 10 marked as phallic gland and anal cerce. Next is read the following statement about cockroach. First one, cockroach is uricotelic. എല്ലാ ടെറസ്ട്രിയൽ ഇൻസെക്ട്സും യൂറിക്കോട്ടലിക് ആണ്. ബിക്കോസ് യൂറിക് ആസിഡ് ഈസ് ലീസ്റ്റ് ടോക്സിക് മെറ്റബോളിക് വേസ്റ്റ്. ലീസ്റ്റ് ടോക്സിക് ആണ് ബിക്കോസ് ദർ എലിമിനേഷൻ റിക്വയർഡ് only lesser amount of water. So this is a terrestrial adaptation to conserve water in their body. ബോഡിയിൽ വാട്ടർ കൺസർവ് ചെയ്യാനുള്ള ഒരു ടെറസ്ട്രിയൽ അഡാപ്റ്റേഷൻ ആണ് യൂറിക്കോട്ടലിസം എന്ന് പറയുന്നത്. സോ ഓൾ ടെറസ്ട്രിയൽ ഇൻസെക്ട്സ് ആർ യൂറിക്കോട്ടലിക് ഇൻക്ലൂഡിങ് കോക്രോച്ച്. യൂറിക്കോട്ടലിക് കറക്റ്റ് ആണ്. ദെൻ നമ്പർ ഓഫ് ഹാർട്ട് ചേമ്പേഴ്സ് സീൻ ഇൻ കോക്രോച്ച് ആർ 13. യെസ്, കോക്രോച്ചിൽ 13 ചേമ്പേർഡ് ഹാർട്ടാണ് കാണുന്നത്. ഓക്കെ. ദെൻ കൊളാറ്റേറിയൽ ഗ്ലാൻഡ് പ്രസൻറ്റ് ഇൻ ഫീമെയിൽ കോക്രോച്ച് ആൻഡ് വിച്ച് ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ is a wrong statement. It helps in reproduction because this is one of the accessory sex glands in female cockroach. ഒരു സഹായ ഗ്രന്ഥിയാണ്, ആക്സസറി സെക്സ് ഗ്ലാൻഡ് ആണ്. അത് റീപ്രൊഡക്റ്റീവ് റോളാണ്, നോട്ട് ഫോർ എക്സ്ക്രീഷൻ. എക്സ്ക്രീറ്ററി റോൾ എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. സോ ദ കൊളാറ്റീരിയൽ ഗ്ലാൻഡ്സ് ഇൻ ഫീമെയിൽസ് ഹെൽപ്സ് ഇൻ റീപ്രൊഡക്ഷൻ, നോട്ട് ഇൻ എക്സ്ക്രീഷൻ. Egg of cockroach are centrolecital, not in cockroach. In all insects the yolk is located at the center of the egg. Yolk ആ എഗ്ഗിൻ്റെ സെൻറ്ററിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് കോൾഡ് എ സെൻട്രോലെസിത്തൽ ടൈപ്പ് ഓഫ് എഗ്. സെൻട്രോലെസിത്തൽ ടൈപ്പ് ഓഫ് എഗ് സീൻ ഇൻ ഓൾ ഇൻസെക്ട്സ്. എല്ലാ ഇൻസെക്ട്സിലും സെൻട്രോലെസിത്തൽ ടൈപ്പാണ്, ഇൻക്ലൂഡിങ് കോക്രോച്ച്. സെൻട്രോലെസിത്തൽ ടൈപ്പ് ഓഫ് എഗ് ആണ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് നിംഫ് ഈസ് പാരാമെറ്റബോളസ്. യെസ്, നമ്മൾ ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്നുള്ളത് ഇവിടെ നമ്മൾ ഡെവലപ്മെൻറ്റ് പറയുന്നത് പാരാമെറ്റബോളസ് ഡെവലപ്മെൻറ്റ്. ദറ്റ് മീൻസ് ഡെവലപ്മെൻറ്റ് ത്രൂ ദ നിംഫൽ സ്റ്റേജ്. നിംഫൽ സ്റ്റേജ് വഴിയാണ് ഇവിടെ ഡെവലപ്മെൻറ്റ് നടക്കുക. സോ ദർ ഡെവലപ്മെൻറ്റ് ഈസ് പാരാമെറ്റബോളസ് സ്റ്റേജ്.
സോ ഓഫ് ദി എബോവ് സ്റ്റേറ്റ്മെൻറ്റ് ഇതിലെന്താണ് 4 ആർ ട്രൂ 1, 2, 4 ആൻഡ് 5 1, 2, 4 ആൻഡ് 5 ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണ്. ആ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് റോങ്ങും ആണ്. അപ്പോൾ ഇവിടെ ആൻസർ എന്താ പറയുന്നത് 4 ആർ ട്രൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ഓഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഇതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് ഈസ് മോർഫോളജി ഓഫ് ഫ്രോഗ്. ഡ്യൂറിങ് ഹൈബർനേഷൻ ഈസ് ദ വിൻ്റർ സ്ലീപ്പ്. നമുക്കറിയാം ഫ്രോഗ് എന്ന് പറയുമ്പോൾ അവരുടെ റെസ്പിറേഷൻ ബൈ ഗിൽസ്, ദറ്റ് ഈസ് ബ്രാങ്കിയൽ റെസ്പിറേഷൻ. ബ്രാങ്കിയൽ റെസ്പിറേഷൻ സീൻ ഇൻ ദെയർ ലാർവൽ ഫോംസ്. ലാർവൽ ഫോംസിൽ ബ്രാങ്കിയൽ റെസ്പിറേഷൻ ആണുള്ളത്. ദെൻ സ്കിൻ, cutaneous respiration. This cutaneous respiration shown by adult while they are in water-ലായിരിക്കുമ്പോൾ or during hibernation and estivation period. വാട്ടറിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വിൻ്റർ സ്ലീപ്പും സമ്മർ സ്ലീപ്പും ആ ടൈമിൽ എല്ലാവരും സ്കിൻ വഴിയാണ് റെസ്പിയർ ചെയ്യുന്നത്. Then they show lungs respiration or pulmonary respiration while they are in terrestrial habitat. അഡൽട്ട് ടെറസ്ട്രിയൽ ഹാബിറ്റാറ്റിലായിരിക്കുമ്പോൾ. One more terrestrial respiration, buccopharyngeal respiration. Buccopharyngeal region വഴിയും റെസ്പിറേഷൻ നടന്നു. ഇതാണ് ഫ്രോഗിൻ്റെ ഡിഫറെൻറ്റ് റെസ്പിറേറ്ററി സ്ട്രക്ചർ. അതിൽ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ സീൻ ഇൻ വൈൽ ദേ ആർ ഇൻ വാട്ടറിലായിരിക്കുമ്പോൾ അക്വാട്ടിക് അഡാപ്റ്റേഷൻ ആണ് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ. ആൻഡ് ആൾസോ ദേ ഷോ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ വൈൽ ദേ ആർ ഇൻ ഹൈബർനേഷൻ ആൻഡ് എസ്റ്റിവേഷൻ പീരീഡ്. ഹൈബർനേഷൻ ആയിരിക്കുമ്പോഴും എസ്റ്റിവേഷൻ ആയിരിക്കുന്ന ടൈമിലും എന്ത് ടൈപ്പ് റെസ്പിറേഷൻ കാണിക്കുക? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആയിരിക്കും കാണിക്കുക. ദെൻ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് ഓഫ് ഫ്രോഗ് ഈസ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, ഓപ്ഷൻ 2. ഇനി സെക്കൻഡ് വൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കിതൊന്ന് ലേബിൾ ചെയ്യാം. 1 അവരുടെ മൗത്ത്, 2 liver, 3 stomach, then 4 heart, 5 gallbladder, 6 lung, 7 fat body, 8 small intestine, 9 rectum, 9 is cloaca, 10 is cloacal aperture, then 11 is kidney, 12 ureter, 13 urinary bladder, and 14 cloaca. Okay, so here the diagrammatic representation of internal. Label 6, 9 and 12. 6 എന്താണ്? 6 is lungs, 6 lung. Then what is 9? 9 is rectum. Then 12 ureter, 13 urinary bladder. So answer ഏത് വരും? ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. Then how many of the following statements are applicable to frog? ഇതിൽ ഫ്രോഗിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതാം. Frog shows central nervous system, peripheral nervous system and autonomic neural system. As like human body, this frog also have central nervous system, peripheral nervous system and autonomic neural system. Correct ആണ്. Then brain is divided into 4 regions, forebrain, midbrain and hindbrain. Forebrain ഇങ്ങനെ regions കാണപ്പെടുന്നുണ്ട്. Forebrain, then midbrain and hindbrain. So ഇത് forebrain ആണ്, ഇത് midbrain ആണ്, hindbrain ആണ്. So brain is divided into forebrain, midbrain, hindbrain. Correct ആണ്. Then forebrain show olfactory lobes, paired cerebral hemispheres and unpaired diencephalon. Yes, forebrain കണ്ടാൽ അവിടെ olfactory lobule കാണപ്പെടുന്നുണ്ട്, 2 cerebral hemispheres കാണപ്പെടുന്നുണ്ട്, അൺപെയർഡ് ആയിട്ടുള്ള ഡയൻസെഫലോണും കാണപ്പെടുന്നുണ്ട്. അതാണ് അവരുടെ ഫോർബ്രെയിൻ റീജിയൻ. ഒൽഫാക്ടറി ലോബികളുണ്ട്, 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്, അത് പെയ്ഡ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആൻഡ് അൺപെയ്ഡ് ഡയൻസെഫലോൺ, അത് ഫോർബ്രെയിനിൽ കാണപ്പെടുന്നുണ്ട്. ദെൻ എ പെയർ ഓഫ് ഒപ്റ്റിക് ലോബ്സ് ആർ സീൻ ഇൻ ഫോർബ്രെയിൻ. റോങ്. ദിസ് ഒപ്റ്റിക് ലോബ്സ് ആർ സീൻ ഇൻ മിഡ് ബ്രെയിൻ. ഒപ്റ്റിക് ലോബ് കാണപ്പെടുന്നത് അവരുടെ മിഡ് ബ്രെയിനിലാണ്. മിഡ് ബ്രെയിനിലാണ് ഒപ്റ്റിക് ലോബ് കാണപ്പെടുക.
അപ്പോൾ അത് റോങ് ആണ്. Then hindbrain show cerebellum and medulla oblongata. This is cerebellum and this one is medulla oblongata. So this hindbrain shows cerebellum and medulla oblongata correct ആണ്. So ഇപ്പോൾ ഇവിടെ ഏതാണ്? How many of the statements are applicable? 1 applicable ആണ്, 2 applicable ആണ്, 3 applicable ആണ്, 4 is not applicable and 5 is applicable. So 1, 2, 3, 1, 2, 3 and 4. 4 statements are applicable. Answer option 4. Select the correct route of passage of sperm in male frog. Male frog എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് കിഡ്നി ആണെങ്കിൽ in male frog their testes are located on the top of kidney. കിഡ്നിയുടെ ടോപ്പിലായിട്ടാണ് ടെസ്റ്റിസ് കാണപ്പെടുക. This duct of kidney are called testes are called as vas deferens. Testis in the duct vas deferens. This testis in the duct vas deferens. Vas deferens kidney lekana open cheyidirikunnu. And this vas deferens opens to a canal. This canal is called as Biddes canal. Vas deferens open cheyidirikunna canal aanu Biddes canal. And through the Biddes canal, this vas deferens opens to ureter. Ureter opens to cloaca. Ureter cloacയിലേക്ക് open ചെയ്യുന്നു. So in male frog, ഈ ureterന്റെ പ്രത്യേകത എന്താണ്? Sperm passes through the ureter. Not only sperm, ഇത് കിഡ്നിയുടെ ഡക്റ്റ് അല്ലേ? കിഡ്നിയുടെ പ്രോഡക്റ്റ് ആയിട്ടുള്ള യൂറിനും യുറേറ്ററിലൂടെയാണ് പാസ് ചെയ്യുക. So in frog male, this ureter act as urinogenital duct. Ureter എന്ന് നമ്മൾ പറയുക urinogenital duct എന്ന് പറയുക. That means the common passage for urine and sperm. Urine sperm pass ചെയ്യുന്ന common passage ആണ്. അപ്പോൾ ഇവിടെ എന്താ ആൻസർ വരിക? ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ ഓർ വാസ് ഡിഫറൻസ്. വാസ എഫറൻഷ്യ അത് ബിഡ്ഡസ് കനാലിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ബിഡ്ഡസ് കനാൽ യുറേറ്റർ ക്ലോയക്കിലേക്ക്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. Which one of the following statement is correctly describe the location of some body parts in pheretima? In a pair of male genital ports are seen in the ventrolateral sides of 20th segment. Wrong ആണ്. Male genital ports are found in the ventrolateral sides of 18th segment. 18th segmentലാണ് male genital port എന്ന് പറയുന്നത് എർത്തോമിൽ കാണപ്പെടുന്നത്. One pair of ovaries are attached to the intersegmental septum of 14th and 12th segment is wrong. അത് കാണുന്നത് 12th segmentലും 13th segmentലുമായിട്ടാണ് കാണപ്പെടേണ്ടത്. അപ്പോൾ അത് റോങ് ആണ്. 2 pairs of testes are present in 10th and 11th segment. കറക്റ്റ് ആണ്. 2 pairs of accessory glands are present in 16th and 18th segment. wrong. 17th 19th ഇടയിലാണ് കാണപ്പെടുന്നത്. സോ ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് വരുന്ന ഏതാണ്? ഓപ്ഷൻ 3. ആൻസർ ഓപ്ഷൻ 3. Then label the above diagram. A. Mouth. B is pharynx. C. Gizzard. D. Stomach. Then E. Intestinal CK. Then F. The lymph gland. Okay, label ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? The labeled portion A, B, C, D, E and F. A, B, C, D, E and F. A. Pharynx. A. Mouth. B. Pharynx. C. Gizzard. D. Stomach. E. Intestinal CK. F. Lymph glands. Option 3. So 3, third option answer. Select the odd man out. Antennae sensory receptors. കോക്രോച്ചിലൊക്കെ കാണപ്പെടുന്ന ലോങ് ഫിലമെൻ്റ് സ്ട്രക്ചറാണ് ആൻറ്റന്നെ. സെൻസറി റിസപ്റ്റർ കറക്റ്റ് ആണ്. മെറ്റാതൊറാസിക് വിങ്സ് ഫോർ ഫ്ലൈറ്റ്. യെസ്, പ്രോതൊറാസിക് വിങ്സ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ആണ്. മെറ്റാതൊറാക്സിക് വിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ദിസ് മെറ്റാതൊറാക്സിക് വിങ്സ് ഫോർ ഫ്ലൈറ്റ്. മാൽഫീജിയൻ ട്യൂബ്യൂൾസ് എക്സ്ക്രീറ്ററി റോൾ ട്രൂ ആണ്. ക്രോപ്പ് ഫോർ ഗ്രൈൻഡ് ദ ഫുഡ് ഈസ് റോങ്. ക്രോപ്പ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഫുഡിൻ്റെ സ്റ്റോറേജ് ആണ് ക്രോപ്പിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ക്രോപ്പ് ഈസ് ഫോർ നോട്ട് ഫോർ ഗ്രൈൻഡിങ്, ഇറ്റ് ഈസ് ഫോർ ദ സ്റ്റോറേജ് ഓഫ് ഫുഡ്. ആൻസർ ഓപ്ഷൻ 4. നെക്സ്റ്റ് നമുക്ക് ലേബൽ ചെയ്യാം ഡയഗ്രാം. എ. ഓവറി. ബി. ഒവിഡക്റ്റ്. ദെൻ സി ഈസ് സ്പെർമാത്തിക്കെ.
Then D, collateral gland. E, genital chamber. F, gonapophysis. A, B, C, D, E and F. So A, ovary. B, oviduct. C, spermatheca. D, collateral gland. E, genital chamber. F, gonapophysis. And G, vagina. So answer option 1. 1 is the answer. First option. Which of the following is correctly stated as it happened in the common cockroach? Malpighian tubules are the excretory organs projecting out from colon. Wrong ആണ്. Then oxygen transported by hemoglobin in blood. Wrong. Hemoglobin, respiratory pigment blood il കാണപ്പെടുന്നില്ല. Oxygen transported by, there is a separate mechanism, tracheal system, not by hemoglobin. Nitrogenous excretory product is urea. Wrong. Their nitrogenous excretory product is uric acid. Then the food is grinded by mandibles and gizzard. Yes, mandible and gizzard for grinding. So answer option 4. Then in cockroach, the anal cerci act as. എന്താണ് anal cerciയുടെ ഫംഗ്ഷൻ? The anal cerci, gustatory receptor wrong, thermoreceptor wrong, photoreceptor wrong, auditory, vibrations receive ചെയ്യുന്നു. So they are auditory receptors. So answer option 4, they are auditory. How many of the following statements are not applicable to rana? In frog, teeth are homodont, acrodont and polyphyodont. Homodont ആണ്, ഐഡൻറ്റിക്കൽ ടീത്താണ് കാണപ്പെടുന്നത്. സോ ഹോമോഡോണ്ട് ആണ്. അക്രോഡോണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇപ്പോൾ ജോ ബോൺ ആണെങ്കിൽ നമുക്ക് ജോ ബോണിൽ ക്യാവിറ്റി എന്ന സോക്കറ്റ് കാണപ്പെടുന്നുണ്ട്. നമ്മുടെ ടീത്ത് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ സോക്കറ്റിലാണ്. അതുകൊണ്ട് നമ്മുടെ ഡെൻറ്റിഷനെ തീക്കോഡോണ്ടെന്ന് പറയും. എന്നാൽ ഫ്രോഗിലൊന്നും അങ്ങനെയല്ല. ടീത്ത് ആർ ജസ്റ്റ് ഡയറക്ട്ലി അറ്റാച്ച്ഡ് ഓൺ ദ സർഫസ് ഓഫ് ജോ ബോൺ, നോട്ട് ഇൻ സോക്കറ്റ്. അതുകൊണ്ടാണ് അതിനെ പറയുക അക്രോഡോണ്ട് എന്ന് പറയുക. സോ അക്രോഡോൺ കറക്റ്റാണ്. Then polyphyodont, the teeth are replaced many times. നമുക്ക് ഒരു വൺ ടൈം മാത്രമേ റീപ്ലേസ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഡൈഫിയോഡോണ്ട് എന്ന് പറയും. ബട്ട് ഹിയർ ദ ടീത്ത് ആർ റീപ്ലേസ്ഡ് മെനി ടൈം. ദറ്റ് ഈസ് polyphyodont. നെക്സ്റ്റ്, ഇൻ frog, RBCs are oval, biconvex and nucleated. True. Frog show 12 pairs of cranial nerves and 9 pairs of spinal nerves. Wrong. 12 pairs of cranial nerves and 10 pairs of spinal nerves ആണ് പറയുന്നത്. So C wrong ആണ്. Frog never drink water but absorb through the skin. Yes. വെള്ളം കുടിക്കില്ല, സ്കിന്നിലൂടെ അബ്സോർബ് ചെയ്യുക മാത്രമേ ചെയ്യത്തുള്ളൂ. So how many of the following statements are not applicable? Only one. Option 2. Choose the correct combination labeling from the option given. A, ovary. A, ovary ആണ്. Then B, oviduct. Yes, B, oviduct. A, ovary, B, oviduct. Then what is C? C, cloaca. D, urinary bladder. So not D is ureter. D is ureter. D, ureter. C, D is ureter. Then E, cloacal aperture. Yes, E, cloacal aperture. F, urinary bladder. So answer option 2. So 2 is the answer. Okay. So we completed the chapter structural organization in animal. ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്.